ട്രൂത്ത്. എൻ്റെ ഫാദർ അവസാനമായിട്ട് വൺ ഓഫ് ദ ലാസ്റ്റ് ഫ്യൂ സെന്റൻസസ് എന്നോട് പറഞ്ഞതിൽ ഒന്നുണ്ടായിരുന്നു അബൌട്ട് മൈ മദർ. ഞാൻ അവളെ ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളോട് സോറി പറയിപ്പിക്കാം. എന്ത് പറ്റി, എന്താ അമ്മയുടെ അടുത്ത് പോകില്ലേ, അമ്മ എന്താ നിങ്ങളെ കാണുന്ന വീഡിയോസിൽ കാണുന്നില്ലല്ലോ. സോ അതുപോലത്തെ ടോക്സ് വുഡ് ഹാവ് കം ത്രൂ ഔട്ട്. ഇനിയിപ്പോൾ എന്തായാലും ആരും വന്ന് എൻ്റെ അടുത്ത് ചോദിക്കത്തില്ലല്ലോ, ലൈക്ക് വീട്ടിൽ എന്താ അമ്മ വരാത്ത. എല്ലാ വീട്ടിലും ഒരു അമ്മു വേണോ ഇല്ലേ എന്നുള്ളൊരു കാര്യം ഇത് ഞങ്ങളും ഉണ്ടാക്കിയ ഒരു വേർഡിങ് അല്ല. അമ്മു ഞങ്ങൾക്കും എനിക്കും അല്ലെങ്കിൽ എൻ്റെ പാരൻസിനും ചുറ്റുമുള്ളവർക്കും ഒക്കെ വേണ്ടി പലതും ചെയ്യുന്നത് ഓവർ ദ ഇയേഴ്സ് പലരും അനലൈസ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞൊരു കാര്യമാണ്. ഇതറിയണം എന്താ സിന്ധു ഒന്നും പറയാത്ത. സിന്ധുവിന് ഇത്രേ പറയാനുള്ളൂ, ഐ വോണ്ട് പീസ് ഫോർ അസ് ആൻഡ് ഐ വിഷ് മൈ മദർ ആൻഡ് മൈ നീസ് ഓൾ ദ വെരി ബെസ്റ്റ്. അൺഫോർഗിവബിൾ ആയിട്ടുള്ള ഒരു കാര്യം പുള്ളിക്കാരി പറഞ്ഞു. What I wanted to say is like last few weeks ഒന്നും അത്ര അങ്ങോട്ട് കംഫർട്ടബിൾ അല്ലായിരുന്നു. ഒരിക്കലും തിങ്സ് ലൈക്ക് ദാറ്റ് ഷുഡന്റ് ഹാവ് ഹാപ്പൻഡ് അറ്റ് ദ ഫസ്റ്റ് പ്ലേസ്. ബട്ട് ഒന്നും നമ്മുടെ കയ്യിലല്ലല്ലോ, ഒന്നും നമ്മുടെ കയ്യിലല്ല. ഒരു പക്ഷെ നമ്മൾ പറഞ്ഞാൽ ചെയ്യുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു. എനിക്ക് ഒരുപാട് എക്സ്പ്ലനേഷൻസോ നമ്മുടെ സൈഡിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻസോ ഒന്നും തരാൻ ഞാൻ വലുതായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ ഈ പിടിച്ചോടെ നിൽക്കുന്ന എൻ്റെ ഈ ഒരു മൊബൈലിനകത്ത് ഇതെല്ലാം എനിക്ക് പ്രൂവ് ചെയ്യാനുള്ള എല്ലാം എനിക്കുണ്ട്. ബട്ട് ദെൻ അത് ഐ വിൽ നോട്ട് ഡു ഇറ്റ്. ഐ ഡോണ്ട് തിങ്ക് ഐ വിൽ ഡു ഇറ്റ് എവർ. ഐ ഡോണ്ട് തിങ്ക് ഐ വിൽ എവർ ഡു ഇറ്റ്. ബട്ട് ദെൻ പേഴ്സണലി നമ്മളറിയാന്നുള്ള ഒരു എല്ലാവർക്കും ഒരുവിധം ഞങ്ങളുമായിട്ട് കണക്ഷനുള്ള ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് ആയാലും എൻ്റെ കുട്ടികളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പ് ആയാലും നമ്മൾ ക്ലോസ് ആയിട്ട് അറിയാന്നുള്ള പീപ്പിൾ ഹു റിയലി മാറ്റർ ടു അസ്, അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അങ്ങനെയുള്ള എവറിബഡി നോസ് ദിസ്. ബിക്കോസ് ഇത് വൺ ഡേയിലെ ഒരു കാര്യമല്ല. ദിസ് ഇസ് സംതിങ് ദാറ്റ്സ് ബീൻ ഹാപ്പനിങ് ഫോർ ഓവർ എ ലോങ് ടൈം. സോ നോർമലി നമ്മൾ നോർമൽ ടോക്സിൽ വെൻ വി ഹാവ് സം സർട്ടൻ ഇഷ്യൂസ് വെൻ വി ആർ റിയലി ഗോയിങ് ത്രൂ സം കൈൻഡ് ഓഫ് എ മെസ് ആൻഡ് ഓൾ, നമ്മളിങ്ങനെ നമുക്ക് ഡിസ്കസ് വിത്ത് ആ ഫ്രണ്ട്സ് ഓർ വിത്ത് ഓൾ ദാറ്റ്. സോ എന്നെ അറിയാവുന്നവർക്കും എൻ്റെ കുഞ്ഞുങ്ങളെ അറിയാവുന്നവർക്കും എല്ലാവർക്കും നമ്മുടെ ഈ ഒരു വാട്ട് എവർ ഇസ് ദ ബിഗ് ടോക്ക് ഓഫ് ദ ടൗൺ ആയിട്ടുള്ള സംഭവങ്ങളെ കുറിച്ച് എവറിബഡി ആർ അവെയർ ആൻഡ് ദേ നോ വാട്ട് ഇസ് ദ ട്രൂത്ത് ആൻഡ് ദാറ്റ്സ് വാട്ട് മാറ്റേഴ്സ് ടു അസ്. യുനോ നമ്മളെ അറിയാവുന്നവർ ദേ ഷുഡ് ബി നോയിങ് ദ ട്രൂത്ത്. ആൻഡ് വെൻ ദ ട്രൂത്ത് ഇസ് very transparent in front of so many people who care for us and who we personally we are bothered, അങ്ങനെയുള്ള ആൾക്കാർക്ക് അറിയാവുന്നിടത്തോളം then what the public says, what public നമ്മളെ ജഡ്ജ് ചെയ്യുന്നതോ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്നാണ് that's what I think. Because end of the day what matters is our peace of mind and നമ്മൾ ചെയ്തിട്ടുള്ള deeds. ഒരിക്കലും ഞാൻ ചെയ്തിട്ടുള്ള ഞാൻ എന്തൊക്കെ വാട്ട് ഐ ഹവ് ഡൺ ഫോർ മൈ പാരൻസ് എന്ന് പറഞ്ഞിങ്ങനെ ലിസ്റ്റ് ഇട്ടൊന്നും പറയേണ്ട കാര്യമില്ല. ബിക്കോസ് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാം ഐ ഹവ് ഡൺ. അത് ആരെയും കാണിക്കാൻ വേണ്ടി ചെയ്തതല്ല. നിങ്ങളൊക്കെ എന്തെങ്കിലും എൻ്റെ വീഡിയോസിൽ ഞാൻ എൻ്റെ പാരൻസിൻ്റെ കൂടെ പോകുന്നതോ ഒക്കെ ആയിട്ടില്ല. ഞാൻ ചിലപ്പോൾ ഒരു 20 പ്രാവശ്യം അവരുടെ കൂടെ എന്തിനെങ്കിലും പോകുമ്പോൾ ചിലപ്പോൾ ഒരു ദിവസമായിരിക്കും ഞാൻ എന്തെങ്കിലും കാണിക്കുന്നത്. അല്ലാതെ ഞാനിങ്ങനെ പക്ക ഡെയിലി നടക്കണമെന്ന് ഞാൻ കാണിച്ചിട്ടേ ഇല്ല. ഡാഡി വീട്ടിൽ വന്നിരിക്കുമ്പോൾ അവസാനത്തെ ഫ്യൂ ഡേയ്സ് ഒക്കെ ഭക്ഷണം കഴിക്കുന്നതൊക്കെ വിഷ്വൽസ് ഞാൻ എപ്പോഴും എടുത്തിരുന്നത്. ബിക്കോസ് ഐ ഓൾവേസ് ഫിയർഡ് സംതിങ് മൈറ്റ് ഹാപ്പൻ ടു ഹിം. ബിക്കോസ് ആ സ്ട്രോക്കും ആ സർജറിയും ഒക്കെ കഴിഞ്ഞിരുന്നത് കൊണ്ട് ദോ ഹി വാസ് നോട്ട് അത്ര വലിയ സിക്കൊന്നും അല്ലായിരുന്നത് എങ്കിലും ഈ കഴിക്കുന്ന മെഡിസിൻസും പുള്ളിയുടെ പല അസുഖങ്ങളുടെ മെഡിസിൻസും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അത്ര ശത്രുക്കളായിരുന്നു. സർട്ടൻ മെഡിസിൻസ് ഇപ്പൊ പുള്ളിയുടെ ന്യൂറോ ഇഷ്യൂസിന് കഴിച്ചതും കാർഡിയോ ഇഷ്യൂസിന് കഴിക്കുന്നതും പിന്നെ പുള്ളി ഡയബറ്റിക്കിന് പല മെഡിസിൻസും ഈ ഒന്ന് മറ്റതിന് അത്ര അങ്ങോട്ടൊരു ഫേവറബിൾ അല്ലായിരുന്നു. അപ്പൊ ഈ പുള്ളിയുടെ ഇതിന് എപ്പോഴെങ്കിലും ഒരു കാർഡിയാക് അറസ്റ്റ് പോലെയൊക്കെ എന്തെങ്കിലും വരാനുള്ളൊരു സാധ്യത വാസ് ഓൾവേസ് ദെയർ സംവെയർ. പക്ഷെ നമ്മളെപ്പോഴും വി വർ ഹോപ്പിംഗ് നത്തിങ് വിൽ ഹാപ്പൻ. ബിക്കോസ് ഞാൻ എന്ത് പ്രശ്നം തുടങ്ങിയാലും പുള്ളി മരിക്കുന്നതിന്റെ തലേദിവസം പോലും ഐ റഷ്ഡ് ഹിം ടു ദ ഹോസ്പിറ്റൽ ഇൻ ദ ഈവനിങ് ആൻഡ് that was the last video of my father what I had when he was alive. അതിലും എല്ലാം ചെയ്തപ്പോൾ ഒന്നും കുഴപ്പമില്ലായിരുന്നു. So I was hoping he will go on and on and on for so many more years. That's what I was hoping. അത് നമുക്ക് പറ്റുന്ന പോലെ I was trying really hard to എല്ലാം ഒന്ന് നന്നായിട്ട് വെക്കാൻ. I tried really hard. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസിലൂടെ കാണിച്ചിട്ടുള്ളതിനേക്കാൾ like my every day was actually for them, you know. എൻ്റെ ഓരോ ദിവസം ഞാൻ ചാർട്ട് ചെയ്യുന്നത് വാസ് ഫോർ മൈ പാരൻസ്. ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് വീട്ടിൽ എല്ലാവരും ഒക്കെ തുടങ്ങിയല്ലോ 2020
ആ കോവിഡ് തുടങ്ങിയ ആ കാലത്ത് ഞാനായിരുന്നു ലാസ്റ്റ് തുടങ്ങിയ ആള് കേട്ടോ. എനിക്കാണെങ്കിൽ തുടങ്ങാൻ താല്പര്യമേ ഇല്ലായിരുന്നു. ഞാനന്നിങ്ങനെ ആലോചിക്കും, ഈ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഉള്ളപ്പോൾ എന്തിനാണ് ഈ ഒരു യൂട്യൂബ്? അതിലെന്തിടാനാ? അതിൽ വീഡിയോസ് ഒക്കെ അല്ലേ, എന്തിടാനാ? നിങ്ങളൊക്കെ വീഡിയോസ് ഇട്, ഞാൻ പിള്ളേരോട് നിങ്ങളൊക്കെ ഇട്ട് നിങ്ങളുടെ വീഡിയോസിലൊക്കെ ഞാൻ വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, ഞാൻ എന്തിനാ ഇടുന്നത് എന്നൊക്കെ ഞാനിങ്ങനെ ഐ ടു തിങ്ക് യുനോ. സോ കിച്ചു ആണ് പറഞ്ഞുകൊണ്ട്, നീ എന്തെങ്കിലും തുടങ്ങും, നീ സ്റ്റാർട്ട് ചെയ്യേ, നീ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യട്ടെ, നിനക്ക് ഒരുപാട് കാര്യങ്ങൾ നിനക്ക് സംസാരിക്കാനില്ലേ, അല്ലെങ്കിൽ നിന്റെ എന്തെങ്കിലുമൊക്കെ അതുപോലെ പേഴ്സണലായിട്ട് കുക്കിങ്ങോ അങ്ങനെ എന്തെങ്കിലും ലൈഫിലെ കാര്യങ്ങളോ ഒക്കെ ഇട്, ഇറ്റ് ബി ഗുഡ്, എന്തെങ്കിലും ഒരു വരുമാനം ആകുമല്ലോ. അപ്പൊ ഇതിലൊരു മോണിറ്റൈസേഷൻ, പൈസ കിട്ടുന്ന കാര്യം, അതൊന്നും വളരെ സീരിയസ് ആയിട്ട് നമ്മളെ വീട്ടിൽ അങ്ങനെ ആരും കണ്ടിരുന്നില്ല. അതൊക്കെ ഇങ്ങനെ നമ്മളിൽ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ പതുക്കെ സംഭവിച്ചതാണ്. അപ്പൊ അമ്മു ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നു, അപ്പൊ അതിൽ ഓക്കെ ആവുന്ന കണ്ടു നിന്നിട്ട് ഓസി സ്റ്റാർട്ട് ചെയ്യുന്നു, ഇഷാനി സ്റ്റാർട്ട് ചെയ്യുന്നു, കിച്ചു സ്റ്റാർട്ട് ചെയ്യുന്നു, പിന്നെ അൻസു സ്റ്റാർട്ട് ചെയ്യുന്നു, ലാസ്റ്റാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ നോക്കിക്കൊണ്ട് നിന്നപ്പോഴാണ് നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ആവുന്നതും സിൽവർ പ്ലേ ബട്ടണൊക്കെ എല്ലാവർക്കും അടുപ്പിച്ചൊക്കെയാ വന്നതും. ആൻഡ് നമ്മുടെ വീഡിയോസ് വർ ഡൂയിങ് വെൽ ആൻഡ് വി സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് പേയ്മെന്റ്. അതൊക്കെ പെട്ടെന്നായിരുന്നു. അപ്പൊ എനിക്ക് പേയ്മെന്റ് വന്ന് തുടങ്ങിയപ്പോൾ, ഞാൻ എൻ്റെ ഏതോ പഴയ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് പേയ്മെന്റ് വന്ന് തുടങ്ങിയപ്പോൾ ഞാൻ ആകെ ആലോചിച്ചു, ഇത്രയേ ഉള്ളൂ. എനിക്കങ്ങനെ ഒരുപാട് വലിയ എമൗണ്ട് കിട്ടണം എന്നൊന്നും എനിക്ക് തുടക്കത്തിൽ ഒരു ആഗ്രഹമൊന്നുമില്ല. ഞാൻ മനസ്സിലാലോചിക്കുന്നത്, ഐ ഷുഡ് ഗെറ്റ് എൻ എമൗണ്ട് വിച്ച് ഐ വിൽ ബി ഏബിൾ ടു സ്പെൻഡ് ഫോർ മൈ പാരൻസ്. എൻ്റെ പാരൻസിന് വേണ്ടി എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റണം. കാരണം അന്ന് വരെയും ഈ യൂട്യൂബ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ കാലം വരെയും യൂട്യൂബിൽ എനിക്ക് തോന്നുന്നു എനിക്ക് പേയ്മെന്റ് ഒക്കെ കിട്ടി തുടങ്ങിയത് ഒരു 2021 ഒക്കെ ആയിട്ടായിരിക്കും നാച്ചുറലി. കാരണം ഞാൻ 2020 എൻഡിലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എനിക്കൊരു ആദ്യമായിട്ട് എൻ്റെ ഒരു ചെറിയൊരു പേയ്മെന്റ് ഒക്കെ എനിക്ക് ആദ്യം കിട്ടി തുടങ്ങിയത് 2021 അത് പിന്നെയാണ് ഇറ്റ് സ്റ്റാർട്ടഡ് ഗോയിങ് അപ്പ്. അപ്പം ആ ഒരു കാലഘട്ടം വരെയും എൻ്റെ പാരൻസിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിരുന്ന എൻ്റെ സൈഡിൽ നിന്നുള്ള ഹെൽപ്പുകളെല്ലാം, ഞങ്ങൾക്കൊരു അഡ്വർടൈസിങ് കമ്പനി ഉണ്ടായിരുന്നു, അതിൽ നിന്നുള്ളൊരു പേയ്മെന്റ് എടുത്തോ, എൻ്റെ കുട്ടികൾ തരുന്നതോ അല്ലെങ്കിൽ കിച്ചു തരുന്നതോ ഒക്കെ ആയിട്ടുള്ള പേയ്മെന്റ് എടുത്തായിരുന്നു ഞാൻ അവരെ ഹെൽപ്പ് ചെയ്തിരുന്നത്. അവരുടെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് അന്നൊക്കെ ഞാൻ അങ്ങനെയാണ് അവരുടെ കാര്യങ്ങൾ നോക്കിയിരുന്നത്. അപ്പം പലപ്പോഴും എനിക്ക് തന്നെ ചില സമയത്ത് ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും കൂടുതൽ ഹെൽപ്പ് ചെയ്യേണ്ടി വരുന്ന മാസങ്ങളിലൊക്കെ എനിക്ക് തന്നെ ഒരു ഗിൽറ്റി ഫീലിംഗ് ആവും, നമ്മുടെ വീട്ടിൽ ഇത്രയും ചെലവുകൾ ഉള്ളപ്പോൾ ഐ എം ഡൂയിങ്. അപ്പം തന്നെ ഒരിക്കൽ പോലും കിച്ചു ആയാലും എൻ്റെ കുട്ടികളായാലും ഒരിക്കൽ പോലും എന്നോട് ചോദിച്ചിട്ടില്ല, ലൈക്ക് വൈ ആർ യു സ്പെൻഡിങ് സോ മച്ച് ഫോർ ദം. ദേ നെവർ ആസ്ക്ഡ്. ഒരിക്കലും ചോദിച്ചിട്ടില്ല. ബിക്കോസ് അതങ്ങനെ ആയിരുന്നു. ബിക്കോസ് നാച്ചുറലി മൈ ഫാദർ ഹാഡ് ഗിവൺ മീ എ വെരി വെരി കംഫർട്ടബിൾ ലൈഫ് ആൻഡ് ഓൾ ദാറ്റ്. സോ ഒരിക്കലും ആരും ചോദിച്ചിട്ടില്ല. അപ്പം എനിക്കെപ്പോഴും ഒരു ഗിൽറ്റ് കാണുമല്ലോ, നമുക്ക് ഇങ്ങനെ എടുത്തൊക്കെ അവർക്ക് വേണ്ടി ഒരു പരിധിക്കപ്പുറം ഞാൻ ചെലവാക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു ഗിൽറ്റ് കാണും. പക്ഷെ ഞാൻ ഐ സ്റ്റാർട്ടഡ് ഏർണിംഗ്, ഐ വാസ് തിങ്കിങ്, എനിക്കിനി അവർക്കൊക്കെ വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോൾ ലൈക്ക് എനിക്ക് അങ്ങനെ ഒരു ഗിൽറ്റ് തോന്നേണ്ട കാര്യമില്ലല്ലോ. ലൈക്ക് എനിക്ക് ആരോടും പറയണ്ടല്ലോ ഈ മാസം അവർക്ക് ഇത്രയാണ് ഞാൻ ചെലവാക്കിയത്. എനിക്ക് ആരോടും പറയണ്ട. ഐ ഡോണ്ട് ഹാവ് ടു കൺവിൻസ് എനിബഡി. സോ ദാറ്റ് വാസ് എ ഫ്രീഡം ഐ റിയലി ഹാഡ് ഫ്രം യൂട്യൂബിൽ നിന്ന് ഞാൻ when I started earning, എനിക്ക് ഒരുപാട് കൊളാബ്സ് വരുന്നുണ്ടായിരുന്നു. ഐ വാസ് ഡൂയിങ് എ ലോട്ട് ഓഫ് അതുപോലെ ഇത് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ when I started earning, എൻ്റെ മനസ്സിൽ ഏറ്റവും സന്തോഷമായിരുന്നു ലൈക്ക് ഐ ക്യാൻ സ്പെൻഡ് മോർ ഫോർ മൈ പാരൻസ് ലൈക്ക് വിത്തൗട്ട് ഫീലിംഗ് ഗിൽറ്റി, യുനോ. അപ്പൊ എനിക്ക് ആരോടും ചോദിക്കണ്ട. ഐ വോണ്ട് ടു ഡു വാട്ട് എവർ ഐ വോണ്ട് ടു ഡു ഫോർ ദം. ഐ കുഡ് ജസ്റ്റ് ഡു. അവർക്ക് മാത്രമല്ല, ഐ കുഡ് ഡു ഫോർ ലോട്ട് ഓഫ് അതർ പീപ്പിൾ ഓൾസോ. ലൈക്ക് നമ്മുടെ വീട്ടിനകത്ത് ആ ഒരു ഫണ്ട്, നമ്മുടെ ഒരു ബിസിനസ്സിൽ നമുക്ക് കിട്ടുന്ന ഫണ്ടിനൊക്കെ ഒരു കണക്കുണ്ടല്ലോ. അതിങ്ങനെ ചുമ്മാ അങ്ങനെ ഒത്തിരിയും വരത്തില്ല, ഒരു കണക്കുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഓൾറെഡി വി ഹാവ് ആ തിങ്സ്, ആ ലോൺസ് ആൻഡ് കാര്യങ്ങളും. അപ്പൊ ദിസ് ഐ വാസ് ലൈക്ക് എക്സ്ട്രീംലി ഹാപ്പി. ആൻഡ് യൂട്യൂബ് ഒക്കെ തുടങ്ങാൻ ഉണ്ടായ ഒരു മെയിൻ കാരണം തന്നെ, ഇഫ് എവർ ഐ ആം ഏബിൾ ടു മേക്ക് സം മണി, ഐ ഷുഡ് ബി ഏബിൾ ടു have the freedom എൻ്റെ പാരൻസിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ എനിക്കൊരു ഫ്രീഡം വേണം. ദാറ്റ് വാസ് മൈ മെയിൻ ഇൻറ്റൻഷൻ. ആൻഡ് താങ്ക് ഗോഡ് till the end, till when my father was here, and till all the expenses നോക്കാനായിട്ട് I was able to do it so happily. And എപ്പോഴും എനിക്ക് താങ്ങാൻ പറ്റുന്നതിലും കൂടുതലായിട്ടുള്ള എമൗണ്ടുകൾ വരുമ്പോൾ all my children were extremely happy to help, you know. ഞാൻ വലിയൊരു എമൗണ്ട് ആവുമ്പോൾ ഞാനിങ്ങനെ പിള്ളേരോട് പറയും, അപ്പൂപ്പൻ്റെ ഈ മാസം ഇതൊക്കെയാ ചെലവ്, ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ എന്ന് ചോദിക്കുമ്പോൾ അപ്പം തന്നെ they will all put a share, you know. അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോഴായാലും വലിയ എക്സ്പെൻസസ് ഇടയ്ക്കിടയ്ക്ക് it used to come. And then when we started keeping a home nurse and stuff like that, not like everybody used to help. And
ഇറ്റ് വാസ് വെരി വെരി കൈൻഡ് ഓഫ് മൈ ചിൽഡ്രൻ ടു ഡു ദാറ്റ്. ബിക്കോസ് എനിക്കൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ എൻ്റെ ഗ്രാൻഡ് പാരൻസിനൊക്കെ വേണ്ടി മൈ ഫാദേഴ്സ് പാരൻസ് വെൻ ദേ വർ അലൈവ്, അതിൽ ഒരാൾ മരിച്ചത് ഞാൻ ഓസിയ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴാണ്. മൈ ഗ്രാൻഡ് മദർ ഡൈഡ് ആഫ്റ്റർ ഇഷാനി വാസ് ബോൺ. ബട്ട് ഐ ഡോണ്ട് ഈവൻ റിമെമ്പർ അവരെയൊക്കെ ഫിനാൻഷ്യലി ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് ഐ ഡോണ്ട് റിമെമ്പർ അറ്റ് ഓൾ. എനിക്ക് അവർക്ക് ഞാൻ അവിടെ കാണാനൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും ഒരു ഭക്ഷണ സാധനമൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും ഒരു 5000 രൂപ പോലും ഞാൻ എടുത്ത ഇതാ നിങ്ങൾ വെച്ചോ എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തിട്ട് എനിക്ക് ഓർമ്മയില്ല. ബിക്കോസ് അന്നൊന്നും ഐ വാസ് ഇൻ ഏർണിംഗ് ആൻഡ് അങ്ങനെയൊന്നും നമ്മുടെ കയ്യിൽ അങ്ങനെ കൊടുക്കാനൊന്നും ഇല്ലായിരുന്നു. പ്ലസ് അങ്ങനെയൊന്നുള്ളൊരു വിസ്ഡമോ എനിക്കൊന്നില്ലായിരുന്നു. മനസ്സിലായില്ലേ? എൻ്റെ വിചാരം മൈ ഡാഡ് ആൻഡ് ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഒക്കെ ദേ ആർ ഓൾ വെൽ ഓഫ്, ദേ വിൽ ടേക്ക് കെയർ. അങ്ങനെയാണ് നമ്മളെന്ന് ചിന്തിക്കുന്നത്. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ മൈ ചിൽഡ്രൻ ഡിഡ് എ ഗ്രേറ്റ് ജോബ്. And all the other misunderstandings that is there, എനിക്ക് അതിനെക്കുറിച്ചൊന്നും ഒരു ക്ലാരിഫിക്കേഷനും ഐ ഡോണ്ട് വോണ്ട് ടു ഗിവ്. എനിക്ക് എൻ്റെ വീഡിയോയിലൂടെ എനിക്കത് പറയാൻ താല്പര്യമില്ല. നമ്മളെ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിച്ചാൽ മതി. സി, എല്ലാത്തിൻ്റെ പിന്നിലും ദർ ആർ അജൻഡാസ് ആൻഡ് സർട്ടൻ തിങ്സ്. ഇപ്പം ഈ ഒരു സംഭവം ഇപ്പം ഇങ്ങനെ ഒരു സിംഗിൾ വീഡിയോ പോലെ വന്നില്ലായിരുന്നെങ്കിൽ ഓവർ എന്താണ് വരാൻ പോകുന്ന മറ്റു പലരുടെയും വീഡിയോസിലൂടെ ലിറ്റിൽ ബിറ്റ് ഓഫ് സർട്ടൻ തിങ്സ് കൂടെ ആക്കുമ്പോൾ എന്ന് നിങ്ങളൊക്കെ ചോദിക്കും എന്ത് പറ്റി എന്താ അമ്മയുടെ അടുത്ത് പോകില്ലേ, അമ്മ എന്താ നിങ്ങൾ കാണുന്ന വീഡിയോസിൽ കാണുന്നില്ലല്ലോ. സോ അതുപോലത്തെ ടോക്സ് വുഡ് ഹാവ് കം ത്രൂ ഔട്ട്. ഇനിയിപ്പോൾ എന്തായാലും ആരും വന്ന് എൻ്റെ അടുത്ത് ചോദിക്കത്തില്ലല്ലോ, ലൈക്ക് വീട്ടിൽ എന്താ അമ്മ വരാത്ത. അപ്പം ഓൾ ഐ ക്യാൻ സേ ഈസ് ഫോർ ദ ടൈം ബീങ് കുറച്ച് നാളത്തേക്ക് എന്തായാലും ഐ എം എക്സ്ട്രീംലി ഹേർട്ട്. സോ കുറച്ച് നാളത്തേക്ക് അറ്റ്ലീസ്റ്റ് things will not be all that okay. And maybe സമയം എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഹീലറാണ്. സമയം കഴിയുമ്പോൾ നമ്മൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ വിതിൻ ദ ഫാമിലിയൊക്കെ ദർ ആർ പോസിബിലിറ്റീസ്, കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് സോർട്ട് ഔട്ട് ചെയ്യാമായിരിക്കാം. ആൻഡ് ഐ മൈറ്റ് ജസ്റ്റ് ബി ഓക്കെ ആൻഡ് ഷീ മൈറ്റ് ബി ഓക്കെ ആൻഡ് തിങ്സ് മേ ബി ഓക്കെ ആൻഡ് ഐ ഡോണ്ട് നോ. അതൊന്നും പറയാൻ പറ്റത്തില്ല. ഐ ജസ്റ്റ് വി ഡോണ്ട് നോ. മനുഷ്യരുടെ കാര്യമല്ല, ഒന്നും പറയാൻ പറ്റത്തില്ല. ബട്ട് ഞാൻ എന്നൊരു പീസ് ലവറായിരുന്നു. I always wanted peace, and when I was not getting it, we'll try all we can. നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നതാണ് അത് മാറി നിൽക്കുക. ജസ്റ്റ് കീപ് സൈലന്റ്. പക്ഷെ അത് when people come and say certain things and നമ്മളെ കൈ ചൂണ്ടുമ്പോൾ we have to clarify അല്ലേ. ഒരിച്ചിരി വെള്ളം കുടിച്ചിട്ട് വരാവേ, കലയുമേ കിച്ച്. അപ്പം അങ്ങനെയൊക്കെയാണ്. സോ ഇനി അങ്ങോട്ട് I'll be regularly doing my videos with whatever is happening around me, and I wish my mother and my niece all the very best for അവർ വളരെ ഹാപ്പി ആയിട്ടിരിക്കണം, അവർ സന്തോഷമായിട്ടിരിക്കണം. ആൻഡ് എന്തെങ്കിലും ഒരു എമർജൻസി അവർക്ക് എന്നെ കൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ എനി ടൈം ദേ ക്യാൻ കോൺടാക്ട് മീ. ഞാനത് ചെയ്തു കൊടുക്കുന്നതായിരിക്കും. എൻ്റെ നീസ് വരുന്നിട്ട് അന്ന് വരെ ലാസ്റ്റ് അവിടെ നിന്നത് പോലും ഞാൻ വിട്ടൊരു മെയ്ഡായിരുന്നു. ആ ലേഡി അന്ന് എനിക്കാണെങ്കിൽ ഏർലി മോർണിംഗ് ഫോൺ കോൾസ് തീരെ ഇഷ്ടമല്ല. ഐ ഹേറ്റ് ഫോൺ കോൾസ് ഏർലി മോർണിംഗ്. 6 കഴിഞ്ഞപ്പോൾ അവരെന്നെ വിളിച്ചു. അപ്പം ഞാൻ ആദ്യം എനിക്കറിയായിരുന്നു അവരൊക്കെ തലേ ദിവസം മിഡ് നൈറ്റ് എപ്പോഴാണ് എത്തുന്നതെന്ന് എനിക്കറിയായിരുന്നു. ഫസ്റ്റ് ഞാൻ ഫോൺ എടുത്തിട്ട് ചോദിച്ചാൽ എന്ത് പറ്റി അംബിക, അവരൊക്കെ വന്നില്ലേ, എല്ലാം ഓക്കെ അല്ലേ എന്നാണ് ഞാൻ ആദ്യം ചോദിച്ചത്. ബിക്കോസ് അത്രയ്ക്ക് ഏർലി ആയിട്ട് എന്നെ അവരെന്തിന് ഫോൺ ചെയ്യുന്നു എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞത് എന്നെ ചേച്ചി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ കുറച്ച് നാൾ നമ്മുടെ ഇവിടെ എന്നെക്കാൾ പ്രായമുള്ള ലേഡിയാ, ഒരു 65 വയസ്സൊക്കെ ഉണ്ടാവണവർക്ക്. ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് നാൾ നിന്നിട്ട് പോയ ഒരു ലേഡിയാ. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു ചേച്ചി ഞാൻ ഇന്ന് പോവാണ്. ഞാൻ പറഞ്ഞു അയ്യോ ഇന്ന് പോയല്ലേ, അവരൊക്കെ ഇന്ന് വന്നതല്ലേ ഉള്ളൂ, 2 ദിവസം കൂടെ അഡ്ജസ്റ്റ് ചെയ്യും, 2 ദിവസം കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആരെങ്കിലും വന്നിട്ട് പോകും, നിങ്ങൾ ഇന്ന് പോവല്ലേ. അതാണ് ഞാൻ അവരോട് പറഞ്ഞത്. പക്ഷെ അവരന്ന് പോയി. അവരന്ന് ഉച്ചയായപ്പോഴത്തേക്ക് അവരുടേതായ കാരണങ്ങളാ വിച്ച് ഐ ഡോണ്ട് ലൈക്ക്, എനിക്ക് അവരോട് പറയാൻ താല്പര്യമില്ല. പറഞ്ഞു ഞാൻ കാല് പിടിച്ചു. ഞാൻ പറഞ്ഞു അയ്യോ പോലെ അംബിക പ്ലീസ് എങ്ങനെയെങ്കിലും 2 ദിവസം കൂടെ നിൽക്കുക, 2 ദിവസം കൊണ്ട് അവരാരെങ്കിലും ഒപ്പിക്കും, പോവല്ലേ. ഇന്ന് അവർ ഇത്രയും യാത്ര ചെയ്ത് കുട്ടികളുമായിട്ട് വന്നതാണ്, അവർക്ക് നിങ്ങൾ ഇന്ന് പെട്ടെന്ന് ഇങ്ങനെ പോയാൽ ബുദ്ധിമുട്ടായി പോവല്ലേ. അതായിരുന്നു വൺ ഓഫ് ദ ലാസ്റ്റ് കോൺവെർസേഷൻസ് ഞാൻ ആ സ്ത്രീയുമായിട്ട് ഉണ്ടായിരുന്നത്. അവർ പിന്നെ പോയി, ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അതിനുശേഷം ഒക്കെ ഇവർ മാനേജ് ചെയ്തു, ദേ ഗോട്ട് പീപ്പിൾ. സോ ലൈക്ക് I was always monitoring everything. So like എനിക്കതിനെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ I shouldn't be explaining it. Actually ഇനി ഈ ഒരു ടോപ്പിക്കിനെ ഞാൻ ടച്ച് ചെയ്യാൻ പാടില്ല എന്നായിരുന്നു. പക്ഷെ എന്നാലും when I move forward into my videos, നിങ്ങൾക്ക് പലർക്കും അറിയണം എന്താ സിന്ധു ഒന്നും പറയാത്തെ. സിന്ധുവിന് ഇത്രേ പറയാനുള്ളൂ. I want peace for us. I want peace for them. I want peace for everybody.
ഞാൻ കിച്ചു ഇടയ്ക്കിടയ്ക്ക് ഇരിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നൊരു കാര്യമുണ്ട്. ഐ ആം 54 years old. നമ്മുടെ ഒരു ഇന്ത്യൻ ഒരു ലൈഫ് സൈക്കിളിൻ്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഒരു 70 എടുക്കാമെന്ന് വെച്ചോ, ഒരു ആവറേജ് ഒരു 70 years ആണെങ്കിൽ ഇനി അതിനാകെ ഉണ്ടാവുന്നത് ഒരു 16 വർഷം. കിച്ചു പറയും ആ 16 വർഷത്തിൽ ഒരു 1/3 എന്ന് പറയുന്നത് 1/3 ഓഫ് എ ഡേ, ഒരു ദിവസത്തെ ഒരു 1/3 യൂഷ്വലി നമ്മൾ ഉറങ്ങുന്നുണ്ടാവും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയം, അല്ലെങ്കിൽ നമ്മൾ കുളിക്കുന്നു, നമ്മൾ ബാത്റൂമിൽ പോകുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് എക്സാക്ട്ലി 1/3 ഓഫ് എ ലൈഫ് നമ്മളിങ്ങനെ മാറിയാ ഇരിക്കുന്നത്. വി ആർ നോട്ട് ലൈക്ക് അത്രയ്ക്ക് നമ്മൾ എലൈവ് ആയിട്ടായിരിക്കില്ല ആ സമയത്ത്. വി ആർ സ്ലീപ്പിംഗ്, റെസ്റ്റിംഗ്, ഡൂയിങ് സംതിങ്. 1/3. അപ്പം നമുക്ക് ബാക്കിയാണ് ആ 2/3 ആണ് നമുക്ക് ആകെ ഉള്ളത്. എനിക്കൊക്കെ നോക്കുമ്പോൾ 16 yearsന്റെ 2/3 എന്ന് പറയുമ്പോൾ എത്രയാണ്? 16 yearsന്റെ സംതിങ് ലൈക്ക് ഒരു 10-11 years മേ ബി. ലൈക്ക് ഐ എം നോട്ട് ദാറ്റ് ഗ്രേറ്റ് ഇൻ മാത്സ്. അപ്പോൾ ഒരു 11-12 years അത്രയാണ് ആകെ നമുക്ക് നമ്മൾ ലൈവായിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത്, ടു ഡു സംതിങ് ഫോർ അസ് ഓർ ഫോർ അതേഴ്സ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എൻ്റെയൊക്കെ ലൈഫ് സ്പാനിൽ തന്നെ മാക്സിമം നമുക്കുള്ളതാണ് ഒരു 12 years. ബാക്കി നമ്മൾ ഉറങ്ങി നമ്മളൊന്നും ചെയ്യാതെ അങ്ങ് പോകും. അപ്പം ഈ ഒരു ഇത്രയും ഒരു ചെറിയ ലൈഫ് ടൈമാണ് നമുക്ക്. ഇഫ് വി ഹാപ്പൻ ടു ലിവ്, നമ്മൾ നല്ലപോലെ അസുഖം വരാതെയും വല്ല ആക്സിഡന്റ് ആകാതെയും ഒന്നും പറ്റാതെയും നമുക്ക് അത്രയും കാലം ജീവിക്കാൻ പറ്റിയാൽ തന്നെ എനിക്കൊക്കെ ഇനി മുന്നിലുള്ളത് അത്ര കാലമാണ്. സോ ആ സമയം ഐ ജസ്റ്റ് വോണ്ട് ടു ബി പോസിറ്റീവ്. എനിക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കണം ഇനിയുള്ള കാലം, with my children and with my grandchildren and with my friends and with എന്നെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും കൂടെ I wish to really lead a happy life. And whenever my mother has any emergency, she's always welcome to call me and I will always be there for her. So that's it. And I wish them all the very best. And ഇപ്പോൾ വലിയ ഡിസ്കഷൻ നടക്കുകയാണ്, എല്ലാ വീട്ടിലും ഒരു അമ്മു വേണോ ഇല്ലേ എന്നുള്ളൊരു കാര്യം. ഇത് ഞങ്ങളും ഉണ്ടാക്കിയ ഒരു വേർഡിങ് അല്ല. അമ്മു ഞങ്ങൾക്കും എനിക്കും അല്ലെങ്കിൽ എൻ്റെ പാരൻസിനും ചുറ്റുമുള്ളവർക്കും ഒക്കെ വേണ്ടി പലതും ചെയ്യുന്നത് ഓവർ ദ ഇയേഴ്സ് പലരും അനലൈസ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞൊരു കാര്യമാണ്. അല്ലാതെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയൊരു മോട്ടോ അല്ല. മറ്റു വീടുകളിൽ അങ്ങനെ ഒരു അമ്മു വേണോ വേണ്ടേ എന്നൊക്കെ ഉള്ളത് ആൾക്കാർക്ക് അറിയാം. പക്ഷെ എനിക്ക് എൻ്റെ ലൈഫിൽ ഒരു അമ്മു വേണം. ഷീസ് എ വണ്ടർഫുൾ ഗേൾ. And I am with her. I'm always with her. I'm with all my children, with everybody. And എപ്പോഴും സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. ലൈക്ക് ഐ ഓൾവേസ് ബി ദേ വിത്ത് ദ ട്രൂത്ത്. എൻ്റെ ഫാദർ അവസാനമായിട്ട് വൺ ഓഫ് ദ ലാസ്റ്റ് ഫ്യൂ സെൻറ്റൻസസ് എന്നോട് പറഞ്ഞതിൽ ഒന്നുണ്ടായിരുന്നു അബൌട്ട് മൈ മദർ. ഞാൻ അവളെ ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളോട് സോറി പറയിപ്പിക്കാം. ഞാൻ പറയാം സാരമില്ല ഡാഡി, വിട്ടുകളാ, എന്തോ ആവട്ടെ, വിട്ടുകളാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഹി വാസ് ഓൾസോ വെരി വറീഡ് അബൌട്ട് ആ ഒരു പർട്ടിക്കുലർ തിങ് വെച്ച് എനിക്ക് ഡിസ്കസ് ചെയ്യാനേ ഇഷ്ടമല്ല. ലെറ്റ് ഇറ്റ് ജസ്റ്റ് ഗോ. അതൊക്കെ നമ്മളെ ലൈഫിൽ നടന്നിട്ടില്ല എന്നങ്ങ് ചിന്തിക്കാനാണ് എനിക്കിഷ്ടം. സോ ഫ്രം ടുഡേ ഓൺവേർഡ്സ് ഐ വിൽ ബി കമ്മിങ് ബാക്ക് വിത്ത് എ ലോട്ട് ഓഫ് വീഡിയോസ് ഓഫ് മൈൻ. ആൻഡ് എന്നെ ഇഷ്ടമുള്ളവർ, എൻ്റെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. അല്ലാത്ത ആൾക്കാർക്ക് ഐ വുഡൻറ്റ് ഫോഴ്സ് എനിബഡി ടു വാച്ച്. കാരണം ഞാൻ ആദ്യം നമ്മളൊരു 10 സബ്സ്ക്രൈബേഴ്സുമായിട്ട് തുടങ്ങിയ ഒരു ചാനലാണ്. അത് പതുക്കെയാണ് വളർന്നു പോയത്. സോ ദിസ് ഇസ് എ സ്പേസ് ദാറ്റ് ഐ യൂസ് ടു ഞാൻ ആൾക്കാരുമായിട്ട് സംസാരിക്കാനും എൻ്റെ സന്തോഷങ്ങളും എൻ്റെ വിഷമങ്ങളും ഒക്കെ ഞാൻ ഷെയർ ചെയ്യാൻ യൂസ് ചെയ്യുന്നൊരു സ്പേസാണ്. ആൻഡ് എനിക്ക് ആ സ്പേസ് വളരെ ക്ലീൻ ആയിട്ട് വെക്കണം എന്നാണ് ആഗ്രഹം. സോ അത്ര തന്നെ. ഷീ സെഡ് എ കപ്പിൾ ഓഫ് തിങ്സ്. വളരെ മോശമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പുള്ളിക്കാരുടെ വായിന്ന് വന്നു. അതിന് അപ്പനൊന്നായിട്ട് ഒരു ബന്ധമില്ല. ഈ നമ്മളെയൊക്കെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു അമ്മുമ്മയുടെ എന്നല്ല, ഒരു മനുഷ്യൻ്റെ വായിന്ന് പോലും വന്നുകൂടാത്ത തരത്തിലുള്ള, എനിക്ക് ഒരിക്കലും ഇതിൻ്റെയൊക്കെ പ്രൂഫും കാര്യങ്ങളും നമ്മുടെ ഉണ്ട്. പക്ഷേ ഇത് എങ്ങനെയാണ് നമ്മൾ പുറത്ത് വിടുക? വി ടോക്കിംഗ് അബൌട്ട് ആർ ഓൺ ഫാമിലി മെമ്പേഴ്സ്. അതുകൊണ്ട് ഈ പ്രൂഫൊക്കെ എൻ്റെ നിന്ന് മാത്രമല്ല, എന്നെ അടുപ്പായിട്ട് പരിചയമുള്ള ആരെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ വേണമെങ്കിൽ ചോദിച്ചു. എവ്രിബഡി നോസ് വാട്ട് ദിസ് ഗ്രാൻഡ് മദർ ഓഫ് മൈൻ ടോൾഡ്. അൺഫൊഗിവബിൾ ആയിട്ടുള്ള ഒരു കാര്യം പുള്ളിക്കാരി പറഞ്ഞു. ഒന്നല്ല, 1-2 കാര്യങ്ങൾ പറഞ്ഞു. ലൈക്ക് ഇറ്റ് വാസ് എ വോയിസ് നോട്ട്. പുള്ളിക്കാരി മെസ്സേജ് ആയിട്ട് അയച്ചതാണ്. നമ്മൾ വീണ്ടും കേട്ടു. Did she really say that, or are we imagining it? Like, how can a human being talk like this
ഈ ചാറ്റ് ഹിസ്റ്ററി ഒന്ന് നോക്കിക്കേ. ഇത് സിന്ധു കൃഷ്ണ പല ആളുകൾക്കും അയച്ചു കൊടുത്തിട്ടുള്ളതാണ്. മേ ബി ക്ലോസ് സർക്കിളുള്ള ആർക്കെങ്കിലും അയച്ചു കൊടുത്തതായിരിക്കും. എനിവേ ചാറ്റ് ലീക്കായിട്ടുണ്ട്. എന്തായാലും ഇതിലെ വീഡിയോ ഒന്നും പ്ലേ ചെയ്ത് കാണിക്കുന്നില്ല. ഈ ചാറ്റ് ഹിസ്റ്ററിയും വീഡിയോസുമെല്ലാം കണ്ടപ്പോൾ അഹാന പറഞ്ഞത് കുറഞ്ഞു പോയെന്നേ എനിക്ക് പറയുവാനുള്ളൂ. അമ്മാമ്മയുടെ ഭാഗത്ത് നിന്ന് ഒട്ടും പൊറുക്കാൻ പറ്റാത്ത കാര്യമുണ്ടായിട്ടുണ്ടെന്ന് അഹാന പറഞ്ഞത് ഓർക്കുന്നില്ലേ? ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യുന്ന പോലെയുള്ള പല കാര്യങ്ങളും പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ട് എന്ന് അഹാന പറഞ്ഞിട്ടില്ലേ? അതിനൊക്കെയുള്ള തെളിവുകളാണ് ഈ കാണുന്നത്. എന്തായാലും അഹാനയുടെ വീഡിയോയിലൂടെ അഹാന ഈ കാര്യങ്ങളൊന്നും പുറത്ത് കാണിച്ചിട്ടില്ല. അഹാന പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേരിട്ട് എന്നോട് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങൾക്കത് കേൾപ്പിച്ചു തരും, കാണിച്ചു തരുമെന്നെല്ലാം അഹാന പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ റൈറ്റ് സൈഡിലുള്ള ചാറ്റ് ഒന്ന് നോക്കിക്കേ. എന്തൊക്കെയാണ് അതിൽ എഴുതി പിടിപ്പിച്ചിട്ടുള്ളത്? എങ്ങനെയാണ് പിന്നെ അവരോട് ക്ഷമിക്കുക? വെറുതെയല്ല സിന്ധു കൃഷ്ണ അവരുമായി അകന്നു നിന്നത്. എന്തായാലും ഈ വീഡിയോക്കും ഈ ചാറ്റിന് പിന്നാലെയും ഇനി KK ഫാമിലിയുടെ ഒരു ലൂപ്പ് ഉണ്ടാകുവാൻ എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഇതിലെ ചാറ്റ് ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നില്ല, നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാകുമല്ലോ. ഇനി എന്താണ് പറയേണ്ടത്? ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആരുടെ ഭാഗത്താണ് ശരിയെന്ന്? ഇനി അഹാനയുടെ വീഡിയോ ഒരിക്കൽ കൂടി കണ്ടു നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അഹാന എത്രത്തോളം വേദനിച്ചുകൊണ്ടാണ് ആ വീഡിയോ ചെയ്തതെന്ന്. അമ്മൂമ്മ വിളിക്കുന്നുണ്ട്. അമ്മൂമ്മ എന്താണ്ട്? പാക്കിംഗ്. ഒരാള് കുഞ്ഞുവാവ ഉറങ്ങുവാ. പിന്നെ ടിഷ്യൂ ഒന്ന് കേട്ടെ. ലിയാന ഡേ കെയറിൽ പോയി. എന്താണ് ഞാൻ ഡേറ്റ് പറയല്ലേ? ഡേറ്റ് ഒന്നും ആരോടാ പറയല്ലേ? ഞാൻ എന്തായാലും ഇങ്ങനെ ദിവസങ്ങൾ എണ്ണി ഇരിക്കുകയാണ് മക്കളെ എന്റെ കുട്ടികളെ കാണാൻ. കാരണം എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കായി. അങ്ങനെ നമ്മൾ വരുമ്പോ അമ്മൂമ്മ വിചാരിക്കും പണ്ടാരം എല്ലാം കെട്ടിയെടുത്തോണ്ട് വന്നു. ഇത്ര നാൾ സമാധാനം ഉള്ളത് ഞാൻ ഇപ്പഴാണ് അറിഞ്ഞതെന്ന്. എല്ലാ മക്കളെ എന്തായിരുന്നു എന്റെ അപ്പൂപ്പൻ പോയി അന്ന് തൊട്ട് ഞാൻ ഒറ്റയ്ക്കായി. എനിക്ക് ആരെടുത്തരും ഇല്ല. ഇപ്പൊ ആകെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ജോലിക്ക് വരുന്ന ആൾക്കാരും നേരെ നിക്കുന്നില്ല. അതാണ് അമ്മൂമ്മയ്ക്കുള്ള ബുദ്ധിമുട്ട്. അല്ലാതെങ്കിൽ ഇപ്പൊ ഒരു പ്രശ്നമില്ലായിരുന്നു. ഒരു ആത്മാർത്ഥതയുള്ള ഒരു ജോലിക്കാരും ഇല്ല. ആരും ഒരു ഫോൺ കോൾ പോലും ചെയ്യാനില്ല. അത് കാരണം ഇപ്പൊ എനിക്ക് ഇത്രയും BP കൂടി, ഹൈ BP ആണ്. അത്രയ്ക്ക് വയ്യാതെയാണ് മോനെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വരട്ടെ, ഞാൻ വന്നിട്ട് വേണം അമ്മൂമ്മേനെ കൊണ്ട് രാവിലെ എക്സസൈസ് 4 മണിക്ക് എണീക്കണം. 4 മണിക്ക് എണീച്ച് നമ്മള് രാവിലെ CPT നടക്കാൻ പോവും, ഓടാൻ പോവും. ഞാൻ എണീക്കും, അവളെന്നെ എണീപ്പിക്കും. അല്ല മക്കളെ, നിങ്ങളെയൊക്കെ കാണുമ്പോ ഒരു പക്ഷെ എന്റെ BP ഒക്കെ കുറഞ്ഞു കിട്ടുമെന്ന്, കുഞ്ഞുങ്ങളെ കാണുമ്പോ കുറഞ്ഞു കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതൊക്കെ കുറഞ്ഞു കിട്ടും. നമ്മള് വരുമ്പോഴത്തേക്ക് എല്ലാം ശരിയാവും. അമ്മൂമ്മ വിഷമിക്കണ്ട. ഓക്കെ? എന്തായാലും കുഞ്ഞിനെ കാണാൻ കാത്തിരുന്ന് പോയടാ. അമ്മൂമ്മയാണ് നമ്മള് വല്ലപ്പോഴും ഒരു സിനിമയ്ക്ക് പോകുമ്പോ അമ്മൂമ്മയാണ് അവളെ നോക്കേണ്ടത്. അതൊക്കെ ഞാൻ നോക്കും. പെട്ടെന്ന് കരച്ചിലൊക്കെ നിർത്ത്. പെട്ടെന്ന് കരച്ചിലൊക്കെ നിന്ന്. അല്ല, അതിവിടെ വീട്ടിൽ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എന്റെ അടുത്ത് ആക്കിട്ട് പോയാലെന്ത്? അത് പൊടിക്കുഞ്ഞല്ലേ, പാല് പമ്പ് ചെയ്ത് വെച്ചാ നിങ്ങക്ക് നോക്കാനുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ലിയനെ കൊടുത്തു വിട്ടപ്പോ അമ്മമ്മ അയ്യോ കൊച്ചു കരയുന്നേ, അവള് മരിക്കാറേന്നൊക്കെ. പിന്നെ എന്റെ കൊച്ചു കരഞ്ഞോണ്ടിരുന്നാ പിന്നെ എനിക്ക് അതൊക്കെ എനിക്ക് വിഷമമാണ്. അങ്ങനെയൊന്നും അവര് കരയാൻ പാടില്ല. അവരെപ്പോഴും ചിരിച്ച് നന്നായിട്ടിരുന്നാലല്ലേ. എനിക്ക് അമ്മൂമ്മ ആദ്യം കരയാതെ ചിരിച്ചിരിക്കുക, അതാവുമ്പോ നമുക്കും സന്തോഷാവും കേട്ടാ. ഇനി അമ്മൂമ്മ വിഷമിക്കണ്ട, നമ്മള് പാക്കിങ് നടത്തട്ടെ. അപ്പൊ എന്തായാലും അമ്മൂമ്മ ഉറങ്ങിക്കോ. അമ്മൂമ്മ വിളിച്ച് ഇങ്ങനെ ഡെയിലി കരച്ചിലും വിളിയും ഇതെനിക്ക് കേൾക്കാനുള്ള ഒരു ശേഷിയില്ല. എനിക്ക് ഒന്നാമത് ഈ ഡെലിവറി കഴിഞ്ഞതിൻ്റെ അതിൻ്റേതായ സ്ട്രെസ്സുണ്ട്. അങ്ങനെ ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ നല്ലൊരു ജോലിയായിരുന്നു. എന്നെ നോക്കി വളർത്തിയവർക്ക് അവസാനം ഇങ്ങനെ പ്രായമായതിനു ശേഷം അവരെ നോക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അമ്മൂമ്മ കരയുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. ഞാനും ഇരുന്ന് കരയും. എൻ്റെയും കരച്ചിൽ കണ്ടിട്ട് ജോജി പറഞ്ഞു ഓക്കെ തൽക്കാലത്തേക്ക് നമുക്ക് ഇന്ത്യയിലേക്ക് മാറാം. എന്തായാലും ഞാൻ വന്നത് അമ്മൂമ്മയ്ക്ക് വേണ്ടിയാണ്. അമ്മൂമ്മയ്ക്ക് വേണ്ടി മാത്രമാണ് മെയിൻലി വന്നത്. എൻ്റെ അമ്മൂമ്മ നല്ല ഹാപ്പിയാണ് ഞാൻ വന്നതിൽ.
തൻവിയുടെ ഈ ഒരൊറ്റ വീഡിയോ വലിയൊരു സൈബർ ബുള്ളിങ്ങിനാണ് കൃഷ്ണകുമാർ ഫാമിലിയെ ഇട്ടുകൊടുത്തിരിക്കുന്നത്. ഈ വീഡിയോ കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് അമ്മമ്മയെ ആരും നോക്കാനില്ലാഞ്ഞിട്ട് കാനഡയിൽ നിന്ന് കൊച്ചുമകൾ വരേണ്ടി വന്നിരിക്കുന്നു. അതും പുള്ളിക്കാരിയുടെ ജോലിയെല്ലാം കളഞ്ഞ് അമ്മമ്മയ്ക്ക് വേണ്ടി മാത്രം വന്നിരിക്കുന്ന ഒരു കൊച്ചുമകൾ. ആ ഒരു ലേബലിലാണ് തൻവി ഇപ്പോൾ ഇവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. തൻവിയുടെ ഈ വീഡിയോ വളരെയധികം എഫക്ട് ചെയ്തിരുന്നത് സിന്ധു കൃഷ്ണയ്ക്കായിരുന്നു. സോഷ്യൽ മീഡിയയിൽ പുള്ളിക്കാരിയെ വലിച്ചു കീറിക്കൊണ്ടിരിക്കുകയാണ് പല റിയാക്ഷൻ ചാനൽസും അതുപോലെ കമന്റോളികളും. പൊതുവെ കൃഷ്ണകുമാർ ഫാമിലിയെ ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് കിട്ടിയൊരു അവസരം മുതലാക്കിക്കൊണ്ടിരിക്കുകയാണ്. തൻവിയുടെ ഈ വീഡിയോക്ക് മറുപടിയായി അഹാന കൃഷ്ണ വന്നിട്ടുണ്ടായിരുന്നു. അഹാനയുടെ വീഡിയോയിലെ മെയിൻ കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് കണ്ടു നോക്കാം. My channel is not for stupid family issue explaining nonsense videos like this. പക്ഷേ ചില കാര്യങ്ങൾ ഐ ബിലീവ് ദാറ്റ് നമ്മൾ പറയേണ്ട സമയത്ത് നമ്മൾ പറയണം. ഇന്നലെ എൻ്റെ കസിൻ ഒരു വീഡിയോ ഇട്ടു. ഈ ഫാമിലിയുടെ ഉള്ളിൽ നടക്കുന്ന ഡ്രാമയൊക്കെ വന്ന് സോഷ്യൽ മീഡിയയിൽ ഡിസ്കസ് ചെയ്യേണ്ടി വരുന്നത് ഇസ് സോ ചീപ്പ് ആൻഡ് സിലി ഫോർ അസ്. സോ എനിവേസ് കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ബട്ട് സോഷ്യൽ മീഡിയ ഇസ് നെവർ ദ പ്ലേസ് ടു ഈവൻ ഡിസ്കസ് ഫാമിലി ഡൈനാമിക്സ്. നോ ഫാമിലി ഈസ് പെർഫെക്റ്റ്. എല്ലാ ഫാമിലീസിനുള്ളിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണും. ആരെങ്കിലും ഒക്കെ തമ്മിൽ ഇഷ്യൂസ് ഉണ്ടാവും. അതിനെ വളച്ച് തിരിച്ച് ചിത്രീകരിച്ച് പുതിയൊരു സ്വയം ഓരോരുത്തർക്ക് കൺവീനിയൻ്റ് ആവുന്ന ഒരു നറേറ്റീവിൽ വന്ന് പുറത്തിടരുത് വൺ തിങ്, പുറത്തിടേണ്ട സ്ഥലം സോഷ്യൽ മീഡിയയുമല്ല. അപ്പം അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഫാമിലിയിലുള്ള ഒരാൾ അങ്ങനൊരു കാര്യം വന്ന് ചെയ്തതുകൊണ്ടാണ് ഈ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും അതിൽ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഐ തോട്ട് ഐ ഹാഡ് ടു കം ആൻഡ് ക്ലാരിഫൈ ഇറ്റ്. അഹാന പറഞ്ഞത് വളരെയധികം സത്യമാണ്. ഒരു ഫാമിലിയും പെർഫെക്റ്റ് അല്ല. പിന്നെ ഈ കുടുംബ വഴക്ക് തീർക്കേണ്ടത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ടുമല്ല. പക്ഷേ നമ്മളിപ്പോൾ സ്ഥിരമായി കാണുന്നത് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. എന്തുകൊണ്ടാണ് നിങ്ങളാരും അമ്മുമ്മയെ കാണാൻ പോകാത്തത്? അമ്മുമ്മ അവിടെ ഒറ്റയ്ക്കൊരു വലിയ വീട്ടിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അമ്മുമ്മ അങ്ങനെ, നിങ്ങൾ എന്തുകൊണ്ട് അമ്മുമ്മയെ തിരിഞ്ഞു നോക്കുന്നില്ല? I'll tell you something very clearly. I really don't, I wish I didn't have to do this. പക്ഷേ അമ്മുമ്മയും നമ്മളുമായിട്ടുള്ള കോൺടാക്ട് കട്ടാവുന്നതെന്ന് പറഞ്ഞാൽ is on the 31st of October 2025, 1 day before ഇഷാനീസ് ബർത്ത്ഡേ. ഒരു അമ്മുമ്മയായിട്ടൊരു മാസീവ് ഫോൾ ഔട്ട് സംഭവിച്ചത് കൊണ്ടാണ് അവർ വരാതിരുന്നതും. പിന്നെ ഞാൻ അമ്മുമ്മയെ നമ്മളെല്ലാവരും കാണുന്നത് തന്നെ അപ്പൂപ്പ മരിക്കുന്ന ദിവസമാണ്, which is on the 29th of March 2026. അമ്മ എപ്പോഴും ഒരു വെരി ഡിഫിക്കൽട്ട് ടു ഹാൻഡിൽ പ്രോബ്ലമാറ്റിക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അങ്ങനത്തെ ഒരാളാണ്. അത് നമുക്കൊക്കെ കുഞ്ഞുനാൾ തൊട്ടേ അമ്മുമ്മയുടെ ഓരോ പ്രാന്ത സ്വഭാവങ്ങളാണ് നമുക്ക് ഓർമ്മ. പക്ഷെ നമ്മൾ ആസ് വി ഗ്രോ അപ്പ് ആൻഡ് ആസ് ഷീ ഗെറ്റ്സ് ഓൾഡർ നമ്മൾ വിചാരിക്കും പോട്ടെ സാരമില്ല, അമ്മുമ്മയല്ലേ, പോട്ടെ സാരമില്ല എന്ന്. ചില ഫാമിലീസിൽ അതുപോലൊരു ക്യാരക്ടർ ഉണ്ടാവുന്നതാണ്. സോ ഇത് കേൾക്കുമ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് അത് നന്നായി തന്നെ മനസ്സിലാകും. അപ്പം അമ്മുമ്മ ഹാസ് ഓൾവേസ് ബിൻ എ പ്രോബ്ലമാറ്റിക് പേഴ്സൺ. പക്ഷേ ദ പ്രോബ്ലമാറ്റിക് തിങ് ഇൻ ഹെർ ബിക്കെയിം റിയലി ബാഡ് അപ്പൂപ്പം വയ്യാതായി കഴിഞ്ഞു. അപ്പം അമ്മുമ്മയ്ക്ക് ഭയങ്കര വൃത്തിപ്രാന്ത് കൂടി ആരും വീട്ടിൽ വരുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് ഹോം നേഴ്സ് വീട്ടിലുള്ളത് പുള്ളിക്കാരിക്ക് കംഫർട്ടബിൾ ആയിരുന്നില്ല. ഇറ്റ്സ് എ വെരി ബിഗ് ഹൗസ്, 5 ബെഡ്റൂം അറിയാമല്ലോ, 5 ബെഡ്റൂമുള്ള വീടാണ്. ഷീ ഹേറ്റഡ് ദ ഹോം നേഴ്സസ് ഇൻ ദ ഹൗസ്. അതുകൊണ്ട് ഹോം നേഴ്സ് വരും, ഓരോ പ്രശ്നം ഉണ്ടാക്കി ഈ ഹോം നേഴ്സസ് പോകും. ആൻഡ് ബിറ്റ്വീൻ സെപ്റ്റംബർ ടു മാർച്ച് അമ്മ എത്ര ഹോം നേഴ്സ് വന്നൊരു 15 ഹോം നേഴ്സ് എങ്കിലും വന്നിട്ടുണ്ട് ഇവരുടെ വീട്ടിൽ. ലൈക്ക് എത്ര പേരാ, ആദി, അലൻ, സഞ്ജു, സതീഷ്, അഭിജിത്ത്, അങ്ങനെ വരും പോവും. നമ്മൾ കഷ്ടപ്പെട്ട് കൊണ്ടുപോകും. അവസാനമൊക്കെ നമ്മൾ കാല് പിടിച്ച ഹോം നേഴ്സുകളെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. കാരണം ഈ ഹോം നേഴ്സ് വരുന്ന ഒരാഴ്ച അപ്പൂപ്പൻ്റെ കാര്യങ്ങൾ ഓക്കെ ആയിട്ട് പോകും. ഈ ലേഡിയുടെ ടോർച്ചർ സഹിക്കാൻ വയ്യാതെ ഈ ഹോം നേഴ്സ് അമ്മേനെ എന്നെയും വിളിച്ച് മെസ്സേജും വോയിസ് നോട്ടും അയച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ നമ്മുടെ ഫോണിലുണ്ട്. എത്ര ഹോം നേഴ്സുകൾ പറഞ്ഞിട്ടുണ്ടെന്നറിയോ, അപ്പൂപ്പൻ പാവുക മാം, നമുക്ക് അപ്പൂപ്പനുമായിട്ട് നമ്മൾ വേറൊരു വീട്ടിലോട്ട് മാറ്റി നിർത്തിയാൽ നമ്മൾ അപ്പൂപ്പനെ നന്നായിട്ട് നോക്കാം, ഈ സ്ത്രീയുമായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെ സെപ്റ്റംബർ തൊട്ടാണ് നമ്മളും അമ്മൂമ്മയായിട്ടുള്ള പ്രശ്നങ്ങൾ വളരെയധികം കൂടിയത്. ഇങ്ങനെ ഉപദ്രവിക്കുന്ന, ലൈക്ക് വി ആർ പേയിങ് ഫോർ ദ ഹോം നേഴ്സ്, ലെറ്റ് ദാറ്റ് പേഴ്സൺ ഡു ദിയർ ജോബ്. എന്തിനാ ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക? ഒരു നല്ല ഹോം നേഴ്സിനെയൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. എല്ലാം തികഞ്ഞ ഒരാളെ നമുക്ക് ഹോം നേഴ്സായിട്ട് നമ്മൾ കിട്ടുന്ന ആളുമായിട്ട് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. സോ അമ്മ ഭയങ്കര ഇഷ്യൂസ് ആയിരുന്നു. അപ്പം ഷീ വാസ് സോ പ്രോബ്ലമാറ്റിക്. ആൻഡ് അപ്പൂപ്പനെ ഹോം നേഴ്സ് ബാത്റൂമിൽ കൊണ്ടുപോകുന്നത് കൊണ്ട് അപ്പൂപ്പനെ ബെഡ്റൂമിൽ കിടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അപ്പൂപ്പനെ ഹോളിലാണ് കിടത്തിക്കൊണ്ടിരുന്നത്. ആൻഡ് ദാറ്റ് വാസ് ഹിസ് ഹൗസ്. അപ്പൂപ്പൻ കഷ്ടപ്പെട്ട് കാശ് വെച്ച് ഉണ്ടാക്കിയ വീടാണ്. അപ്പം ഇതൊക്കെ കണ്ടു നിൽക്കുമ്പോൾ നമ്മളും പുള്ളിക്കാരിയായിട്ട് അടി ഉണ്ടാവത്തില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൂപ്പൻ്റെ ഹെൽത്തിൻ്റെ പേരും പറഞ്ഞാണ് നമ്മളും അമ്മൂമ്മയും തമ്മിൽ തെറ്റുന്നത്.
അഹാന ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും. കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അഹാനയുടെ അമ്മമ്മയുടെ പ്രശ്നം OCD ആണ്. ഈ OCD ഉള്ള ആൾക്കാരുടെ കൂടെ ജീവിക്കുക എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമൊന്നുമല്ല. തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം അവർക്ക് കുറ്റമുണ്ടാകും. പിന്നെ നമ്മുടെ വൃത്തി അത് അവർക്ക് ഒട്ടും യോജിക്കാൻ കഴിയില്ല. ഇപ്പോൾ അഹാന പറഞ്ഞത് തന്നെ കേട്ടില്ലേ, ഗ്രാൻഡ് ഫാദറിന് ബാത്റൂമിൽ പോയാൽ പോലും മര്യാദയ്ക്ക് റൂമിൽ കിടക്കുവാൻ പോലും സമ്മതിക്കുന്നില്ല എന്നുള്ളത്. ഇതെല്ലാം OCDയുടെ ഒരു ഭാഗമാണ്. പ്രത്യേകിച്ച് പ്രായം കൂടിയതുകൊണ്ട് അതിൻ്റെ ലെവൽ കുറച്ച് ഹൈ ഗ്രേഡ് തന്നെയായിരിക്കും. ഇനിയും പ്രായമാകുന്തോറും അത് കൂടുക എന്നല്ലാതെ അതെന്തായാലും കുറയുവാൻ പോകുന്നില്ല. അതുകൊണ്ട് തീർച്ചയായും അവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുവാൻ ഒരുപാട് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. അമ്മമ്മയുടെ ഈ OCD കാരണമാണ് അവിടെയുള്ള ജോലിക്കാരെല്ലാവരും വിട്ടുപോകുവാൻ തന്നെയുള്ള കാരണം വലിയൊരു വീടാണെന്ന് അഹാന തന്നെ പറയുന്നുണ്ട്. അതെല്ലാം വൃത്തിയാക്കി കൊണ്ടുപോകുക എന്നുള്ളത് നിസ്സാരമായ കാര്യമല്ല. പ്രായവും OCDയും ഉള്ളത് കൊണ്ട് തന്നെ പിന്നെ ഇനി ഒന്നും പറയേണ്ട ആവശ്യമില്ല. അല്ലാതെ നമുക്കും പുള്ളിക്കാരിക്കും അല്ലാതെ അടിയാവാൻ there is no common ground because she is not affecting anything in our life. Because we were concerned about my grandfather's health, we were always having fights with her. ഹോം നഴ്സ് വിളിച്ചിട്ട് പറഞ്ഞു, മാഡം അപ്പൂപ്പന് ബോധമില്ലാതെ കിടക്കുന്നു, മൂക്കിന്ന് ബ്ലഡ് വരുന്നു, മറ്റേ അമ്മുമ്മയും ഞാനുമായിട്ട് അടിയായിട്ട് അമ്മുമ്മ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. രാവിലെ ഞാൻ ഉറക്കം എണീക്കുമ്പോൾ ആദ്യം കേൾക്കുന്നത് ഇതാണ്. സോ ആർ വി നോട്ട് സപ്പോസ് ടു ക്വസ്റ്റ്യൻ ഹർ? വി കോൾഡ് ഹർ ആൻഡ് വി ലൈക്ക്, വാട്ട് ആർ യു ഡൂയിങ്? നിങ്ങൾക്ക് അവരുമായിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ അത് സൈഡിൽ ഇരിക്കട്ടെ, ആ ചെറുക്കനോട് അകത്ത് വന്നൊന്ന് നോക്കാൻ പറ. കാരണം നമുക്ക് റെഡിയായി പോകാനൊരു സമയം വേണ്ടേ. അപ്പം അന്ന് ഈ ഒരു ഇഷ്യൂ നടക്കുന്നതിൻ്റെ ഇടയിൽ ഷീ സെഡ് എ കപ്പിൾ ഓഫ് തിങ്സ്. വളരെ മോശമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പുള്ളിക്കാരുടെ വായി നിന്നു. അതിന് അപ്പനൊന്നായിട്ട് ഒരു ബന്ധമില്ല. ഈ നമ്മളെയൊക്കെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു അമ്മുമ്മയുടെ എന്നല്ല, ഒരു മനുഷ്യൻ്റെ വായിന്ന് പോലും വന്നുകൂടാത്ത തരത്തിലുള്ള, എനിക്ക് ഒരിക്കലും ഇതിൻ്റെയൊക്കെ പ്രൂഫും കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ ഇത് എങ്ങനെയാണ് നമ്മൾ പുറത്ത് വിടുക? വി ടോക്കിംഗ് അബൌട്ട് ആർ ഓൺ ഫാമിലി മെമ്പേഴ്സ്. അതുകൊണ്ട് ഈ പ്രൂഫൊക്കെ എൻ്റെ നിന്ന് മാത്രമല്ല, എന്നെ അടുപ്പായിട്ട് പരിചയമുള്ള ആരെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ വേണമെങ്കിൽ ചോദിച്ചു. എവ്രിബഡി നോസ് വാട്ട് ദിസ് ഗ്രാൻഡ് മദർ ഓഫ് മൈൻ ടോൾഡ്. അൺഫൊഗിവബിൾ ആയിട്ടുള്ള ഒരു കാര്യം പുള്ളിക്കാരി പറഞ്ഞു. ഒന്നല്ല, 1-2 കാര്യങ്ങൾ പറഞ്ഞു. ലൈക്ക് ഇറ്റ് വാസ് എ വോയിസ് നോട്ട്. പുള്ളിക്കാരി മെസ്സേജ് ആയിട്ട് അയച്ചതാണ്. ഇത് നമ്മൾ വീണ്ടും കേട്ടു. Did she really say that, or are we imagining it? Like, how can a human being talk like this? അങ്ങനത്തെ ഒരു വൃത്തിയായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അന്ന് we said, അപ്പോൾ ഇതാണ് അമ്മമ്മയുമായിട്ട് തെറ്റുവാനുള്ള പ്രധാന കാരണം. ബാക്കി അവരുടെ കാര്യങ്ങളൊക്കെ ഹോം നഴ്സും കാര്യങ്ങളും എല്ലാം whatever we supposed to do, അവരുടെ എന്താണ് വൈഫൈ, ഇതൊക്കെ അമ്മയാണ് പേ ചെയ്യുന്നത്, അമ്മയാണ് ഇവിടെ ഇരുന്ന് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. we all cut relation with her. കാരണം we were like, ഇങ്ങനെ പറയുന്ന ഇങ്ങനെ സംസാരിക്കുന്ന ഒരു ആളുമായിട്ട് നമ്മൾ എങ്ങനെ ഒരു റിലേഷൻ കീപ്പ് ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ പ്രൂഫ് ഒന്നും പുറത്തു വിടാൻ പറ്റില്ല. ഈ നിങ്ങളിൽ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നില്ല, നമ്മുടെ വെൽ വിഷേഴ്സ് ആണെങ്കിൽ എന്തെങ്കിലും എവിടെയെങ്കിലും വെച്ച് എന്നെ പേഴ്സണലായിട്ട് കാണുവാണെങ്കിൽ കമൻറ്റ് ടെൽ മീ. ആനയുടെ ആ വീഡിയോയിൽ പറഞ്ഞ ആ വോയിസ് നോട്ട് ഒന്ന് കേൾപ്പിച്ചു തരുമോ എന്ന് പറഞ്ഞാൽ ഞാൻ കേൾപ്പിച്ചു തരാം. ബിക്കോസ് ഇറ്റ്സ് എ വെരി, കേൾക്കുന്നൊരു ഞെട്ടിപ്പോവും. ഭയങ്കര എൻ്റർടൈനിങ് കാര്യങ്ങളാണ് പറഞ്ഞത്. എന്നെ നേരിട്ട് വന്ന് കണ്ടാൽ പറയാം, എനിക്ക് ഒരു എളുപ്പമില്ല. കാരണം നമ്മളെക്കുറിച്ച് മോശമാണ് പറയുന്നെങ്കിലും ഇല്ലാത്തൊരു മോശം പുള്ളിക്കാരുടെ ഇമാജിനേഷനാണല്ലോ പുള്ളിക്കാരി. എനിക്കത് കേൾപ്പിക്കാൻ ഒരു പ്രശ്നമില്ല. അപ്പോൾ വളരെ പേഴ്സണലായ ചില കാര്യങ്ങളാണ് അഹാന ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പങ്കുവച്ചിരിക്കുന്നത്. അമ്മമ്മയുടെ ഭാഗത്തു നിന്ന് അവർക്ക് സഹിക്കാൻ പറ്റാത്ത എന്തോ വലിയൊരു സംഭവം നടന്നിട്ടുണ്ട്. അതെന്തായാലും സോഷ്യൽ മീഡിയയിൽ വന്ന് പബ്ലിക്കാക്കുവാൻ പുള്ളിക്കാരിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് ആ വോയിസ് റെക്കോർഡ് ആർക്കും കേൾപ്പിച്ചു കൊടുത്തില്ല. അന്ന് തൊട്ടിട്ടായിരുന്നു അമ്മമ്മയുമായിട്ടുള്ള കോണ്ടാക്ട് ഇവർ നിർത്തിവെച്ചിരുന്നത്. പക്ഷെ എനിക്കത് ഓൺലൈനിലിട്ടൊന്നും എനിക്കതിനെ നാളെ മറ്റേ വാർത്തയിൽ വരുന്ന രീതിയിൽ എനിക്കിടാനൊന്നും ഒരു താല്പര്യമില്ല. സോ അന്ന് ആണ് വി കംപ്ലീറ്റ്ലി കട്ട് റിലേഷൻ വിത്ത് ഓൾ ഓഫ് അസ്. മൈ മോം, സിസ്റ്റർ, ചിന്നമ്മ, ദീനങ്കിൾ, വി വർ ലൈക്ക് നമുക്ക് പറ്റില്ല. പലതരത്തിലുള്ള നമ്മൾ ഇവരുടെ എത്രയോ പ്രശ്നങ്ങൾ പോട്ടെ എന്ന് വെച്ചിരുന്നു. പക്ഷേ ദിസ് ഈസ് ബിയോണ്ട് എവറിത്തിങ്. ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുന്നത് വി കട്ട് റിലേഷൻഷിപ്പ് എന്നല്ല, വി കട്ട് കോൺടാക്ട് വിത്ത് ഹർ ഓൺ ദാറ്റ് ഡേ. അമ്മൂമ്മ എന്നെ നമ്മളെ പറ്റി പറഞ്ഞ ഈ മോശപ്പെട്ട കാര്യം നമ്മുടെ ഫാമിലി ഗ്രൂപ്പിൽ ഞാൻ ഇട്ടു. സെയിം ലിസൺ, നിങ്ങൾ വേണമെങ്കിൽ ബന്ധം വെച്ചോ, എനിക്കിനി അമ്മൂമ്മയായിട്ട് ബന്ധം വയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാനിത് ഗ്രൂപ്പിലിട്ടപ്പം എൻ്റെ ഈ കസിൻ തൻവി ഓൾസോ റിപ്ലൈഡ് സേയിങ്, ഓ മൈ ഗോഡ്, ഐ ഡോണ്ട് ഈവൻ നോ വാട്ട് ടു സേ, ഇത് എന്താ പറയുന്നതെന്നുള്ള രീതിയിൽ. സോ ഈവൻ തൻവി നോസ് വൈ വി ആർ നോട്ട് ഇൻ ടച്ച് വിത്ത് ഹർ വെരി 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 ക്ലിയർലി. സോ തൻവിക്ക് അറിയാമായിരുന്നു മറ്റുള്ള ഫാമിലി മെമ്പേഴ്സ് എന്തുകൊണ്ടാണ് അമ്മമ്മയുമായി കോണ്ടാക്ട് ഇല്ലാത്തത് എന്നുള്ളത്. അമ്മമ്മയുടെ സ്വഭാവം കാരണമാണ് എല്ലാവരും അമ്മമ്മയുമായി അകന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വയസ്സാം കാലത്ത് അമ്മമ്മയുടെ കൂടെ ആരുമില്ലാതായിരിക്കുന്നത്. ഒറ്റപ്പെട്ട് ഡിപ്രഷനിലേക്ക് പോകേണ്ട അവസ്ഥ പോലും വന്നിരിക്കുന്നത് അമ്മമ്മയുടെ സ്വഭാവം കൊണ്ട് മാത്രമാണ്. എന്നിട്ട് കാനഡയിൽ നിന്ന് വിളിച്ച് ഒരു വളരെ നാച്ചുറൽ ആയിട്ടുള്ളൊരു വീഡിയോ കോൾ വിളിക്കുന്നു. അമ്മൂമ്മയെ കൊണ്ട് പറയിപ്പിച്ച പോലെ കുറേ ഡയലോഗ്സ്, എന്താണ് എന്നെ വിളിക്കാൻ ആരുമില്ല, ഞാൻ ഈ വീട്ടിലൊറ്റയ്ക്കാണ്, അങ്ങനെ ഇങ്ങനെ. അതെടുത്തിടാൻ തൻവി കാണിച്ചൊരു മനസ്സ് എനിക്കൊന്നുമില്ല പറയാൻ.
തൻവി ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന മുന്നേ ആലോചിച്ചിട്ടില്ലേ? ഈ വീഡിയോ പബ്ലിക്കായി കഴിഞ്ഞാൽ എന്തായാലും എല്ലാവരും ചോദിക്കും, അപ്പോൾ അമ്മമ്മയെ കാണാനൊന്നും ആരും പോവാറില്ലേ, സിന്ധു കൃഷ്ണയൊന്നും തിരിഞ്ഞു നോക്കാറില്ലേ എന്നുള്ള ചോദ്യം എന്തായാലും വരുമല്ലോ. അപ്പോൾ മനഃപൂർവ്വം അവരെ സൈബർ ബുള്ളിങ്ങിനായി ഇട്ടുകൊടുത്തതാണോ? ഫാമിലി ഇഷ്യൂ എല്ലാം അറിയുന്ന തൻവി എന്തിനാണ് പിന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത്? ആ ഒരൊറ്റ വീഡിയോ കാരണമല്ലേ ഇപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ ഇതുപോലെയെല്ലാം നടക്കുന്നുണ്ട് എന്നുള്ളത് പബ്ലിക് അറിയുവാൻ ഇടയായത്? വെൻ ഷീ വെരി വെൽ നോസ് വാട്ട് ദിസ് ലേഡി ഹസ്. തൻവിക്ക് അത്ര കൺസേൺ അമ്മൂമ്മയായിട്ടുണ്ടെങ്കിൽ വൈ കുഡൻ ഷീ ടെൽ അമ്മൂമ്മ, അമ്മൂമ്മ പറഞ്ഞത് തെറ്റ്, ചെയ്തത് തെറ്റ്, അവരോട് പോയി ഒന്ന് അപ്പോളജൈസ് ചെയ്യും. അപ്പം തൻവിക്കിപ്പോൾ അങ്ങനെയായിരുന്നെങ്കിൽ അങ്ങനെ പുള്ളിക്കാരി എടുത്ത് വന്ന് അപ്പോളജൈസ് ചെയ്യാൻ പറഞ്ഞുകൂടായിരുന്നോ? അപ്പോളജൈസ് ചെയ്തൊന്ന് നല്ലപോലെ ഒന്ന് സോറി പറഞ്ഞെങ്കിൽ നമ്മൾ ആ പോട്ടെ, എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് വി കുഡ് ഹാവ് കെപ്റ്റ് എ ബേസിക് കോൺടാക്ട് വിത്ത് ഹർ. ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലായിരിക്കുന്നത് ഫാമിലി ഇഷ്യൂ ആയ സമയത്ത് ആരും ഇത് ഇടപെട്ട് സോർട്ട് ഔട്ട് ചെയ്യുവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. എല്ലാം അറിഞ്ഞിരിക്കുന്ന തൻവി പോലും അമ്മമ്മയെ ഒന്ന് പറഞ്ഞ് തിരുത്താൻ ശ്രമിച്ചിട്ടില്ല എന്നാണ് അഹാന ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിനെ പോയി ഒരു വീഡിയോ എടുത്ത് ഒരു ഇതൊക്കെ പറയിപ്പിച്ച് ആ വീഡിയോ എടുത്ത് ഒരു വ്ളോഗർ ഇങ്ങനെ പുറത്തിടുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഈ ബാക്ക് സ്റ്റോറി മൊത്തം അറിയാത്ത ആൾക്കാർ എന്താ വിചാരിക്കുക, നമ്മളെക്കുറിച്ച് എന്താ ചിന്തിക്കുക? സത്യം പറയാമല്ലോ, ഞാൻ ആദ്യം തൻവിയുടെ വീഡിയോ മാത്രമായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഞാൻ വിചാരിച്ചു, അയ്യോ പാവം അമ്മാമ്മയെ നോക്കുവാൻ ആരുമില്ല, അപ്പാപ്പം മരിച്ചതിന് ശേഷം അവിടേക്ക് ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അഹാന കൃഷ്ണയും ഇവരെല്ലാവരും അവരുടെ ഫാമിലിയും ലൈഫുമായിട്ട് അവർ ഭയങ്കര ബിസിയാണ്, ആ പാവം ഒറ്റയ്ക്കാണ്, അതിനെ ആരും നോക്കാനില്ലാത്തത് കൊണ്ട് തന്നെ കാനഡയിൽ നിന്ന് ഈ കൊച്ചുമകൾ വരേണ്ടി വന്നു, അതും ജോലിയും എല്ലാം ഒഴിവാക്കിയിട്ട് അമ്മാമ്മയ്ക്ക് വേണ്ടി മാത്രം വരികയാണെന്നായിരുന്നു തൻവി വ്ലോഗിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അഹാനയുടെ ഈ എക്സ്പ്ലനേഷൻ വീഡിയോ വരുന്നതിന് മുന്നേ ഞാനും അഹാനയെയും കുടുംബത്തെയും തെറ്റിദ്ധരിച്ച് നിൽക്കുകയായിരുന്നു. എന്തായാലും ഇതുപോലൊരു വീഡിയോ ഇട്ടതുകൊണ്ടാണ് ആ തെറ്റിദ്ധാരണ മാറിയിരിക്കുന്നത്. അമ്മൂമ്മയായിട്ട് ഇങ്ങനെ കുറേ നാളായിട്ട് ഇഷ്യൂസ് നടക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് അമ്മൂമ്മയ്ക്കും അറിയാം, തൻവിക്കും അറിയാം. എന്നിട്ടും ഇങ്ങനൊരു പെർഫോമൻസ് എന്തിനു ചെയ്തു എന്നുള്ളത് എനിക്കറിയത്തില്ല. അപ്പൂപ്പൻ ഹോസ്പിറ്റലായിരിക്കുമ്പോൾ തൻവി വരെ പറയുവാണ്, ദിസ് ലേഡി ഈസ് നോട്ട് ഗിവിംഗ് ഹിം പീസ്, ഹി നീഡ്സ് ടു ബി മൂവ് സെപ്പറേറ്റ്ലി. ഇതിൻ്റെയൊക്കെ ചാറ്റ് സ്ക്രീൻഷോട്ട്സ് എൻ്റെ കയ്യിലുണ്ട്. മിക്കവാറും നമ്മുടെ അങ്ങോട്ടുള്ള അമ്മയുടെയൊക്കെ വീഡിയോസിലാണെങ്കിലും ചിലപ്പോൾ അമ്മൂമ്മേനെയോ തൻവീനെയോ ഒക്കെ നിങ്ങൾ കണ്ടു എന്ന് വരില്ല. അപ്പോൾ വെറുതെ വന്ന് അമ്മൂമ്മ എവിടെ, തൻവി എവിടെ, അമ്മൂമ്മേനെ എവിടെ പോയി എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായല്ലോ അത് എന്തുകൊണ്ട് ഇനി മിക്കവാറും ഉണ്ടാവില്ല എന്നുള്ളത്. പിന്നെ മനുഷ്യരുടെ കാര്യമാണ്, എല്ലാം കുറച്ച് നാൾ കഴിയുമ്പോൾ പാച്ചപ്പായി ശരിയാവുമോ എന്നറിയില്ല, ആവുകയാണെങ്കിൽ ആവട്ടെ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. അപ്പം മരിച്ച ശേഷം നമ്മൾ അമ്മൂമ്മയെ തിരിഞ്ഞു നോക്കാനില്ലാതിരുന്നത് കൊണ്ട് അവിടെ കാനഡയിലുള്ള ഒരു വളരെ സക്സസ്ഫുൾ ലൈഫും കരിയറും ഒക്കെ കളഞ്ഞ് നാട്ടിലോട്ട് വരുന്ന ഒരു ഗ്രാൻഡ് ചൈൽഡ്. ഐ എം ഷുവർ ഇറ്റ്സ് എ ഗ്രേറ്റ് നറേറ്റീവ് ഫോർ കോണ്ടന്റ്. There's a lot of sympathy value, there's a lot of wow moments in it. ശരി, അങ്ങനെ ഒരു നറേറ്റീവ് തൻവിക്ക് ഉണ്ടാക്കണമായിരുന്നെങ്കിലും ഉണ്ടാക്കായിരുന്നു, കുഴപ്പമില്ല. പക്ഷേ കുറച്ച് ട്വീക്സ് ചെയ്യണമായിരുന്നു. ഷീ കുഡ് ഹാവ് സെഡ് ദാറ്റ് ഓക്കെ, അമ്മൂമ്മയുടെ കയ്യിലിരിപ്പ് കാരണം അമ്മൂമ്മേനെ ഇവരാരും ഇപ്പം തിരിഞ്ഞു എല്ലാവരും കോൺടാക്റ്റ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ട്, അമ്മൂമ്മ ഒരു വളരെ പ്രോബ്ലമാറ്റിക് പേഴ്സൺ ആയതുകൊണ്ട് അമ്മൂമ്മ ഇപ്പോൾ അവിടെ ഒറ്റയ്ക്കാണ്, ബട്ട് അത് അമ്മൂമ്മയുടെ കയ്യിലിരിപ്പ് കാരണമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ മെറ്റേണിറ്റി ലീവ് സമയത്ത് നാട്ടിൽ വന്ന് അമ്മൂമ്മയുടെ കൂടെ നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെയും കയ്യടി ഉണ്ടല്ലോ. പക്ഷെ അവിടെ കയ്യടി മാത്രമാണ്, നമുക്കൊരു നെഗറ്റിവിറ്റി അവിടെ ഇല്ലാതെ വെറുതെ ആവശ്യമില്ലാതെ ഉണ്ടാക്കി തരുന്നില്ല. ദാറ്റ് ഈസ് പ്രോബബ്ലി ദ നറേറ്റീവ് ഷീ ഷുഡ് ഹാവ് ചോസൻ ഇഫ് അറ്റ് ഓൾ ഷീ വാണ്ടഡ് എ നറേറ്റീവ്. അഹാന പറഞ്ഞ കാര്യമാണ് വളരെയധികം കറക്റ്റായിട്ടുള്ളത്. തൻവിക്ക് ഇതൊരു സിമ്പതി ആയിട്ടുള്ള ഒരു കോണ്ടന്റായി ക്രിയേറ്റ് ചെയ്യുവാനായിരുന്നോ താല്പര്യമുണ്ടായിരുന്നത്? തൻവിക്ക് എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് തൻവി എന്തിനാണ് ഇതുപോലൊരു കോണ്ടന്റ് ഉണ്ടാക്കിയത്? ഇനി ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ ആ സ്ക്രിപ്റ്റിൽ അഹാന പറഞ്ഞതുപോലെ ഇവിടെയുള്ള ഒരു ഫാമിലി മെമ്പറിന് സൈബർ ബുള്ളിങ്ങിന് ഇട്ടുകൊടുത്തിട്ട് വേണമായിരുന്നു തൻവിക്ക് ഒരു കോണ്ടന്റ് ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ജോലിയെല്ലാം ഉപേക്ഷിച്ച് അമ്മാമ്മയെ നോക്കാൻ വന്ന തൻവിയെ തീർച്ചയായും സമൂഹം അംഗീകരിക്കും. അത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഇട്ടുകഴിഞ്ഞാൽ അത് തീർച്ചയായും വൈറലാവുകയും തൻവി വിചാരിച്ച് റീച്ച് തൻവിക്ക് തന്നെ കിട്ടുകയും ചെയ്യും. പക്ഷേ അതിന് മറ്റൊരു ഫാമിലി മെമ്പറിനെ വലിച്ചിട്ട് കൊണ്ടിട്ട് വേണമായിരുന്നോ? എന്തുകൊണ്ടാണ് സിന്ധു കൃഷ്ണയും ഫാമിലിയും അമ്മമ്മയെ നോക്കാത്തത് എന്നുള്ളതിൻ്റെ വ്യക്തമായ റീസൺ തൻവി അറിഞ്ഞു വെച്ചിട്ടും ഇതുപോലൊരു കോണ്ടന്റ് ഉണ്ടാക്കണമായിരുന്നോ? ആ വീഡിയോയിൽ തന്നെ ഒന്ന് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്രയും ഒരു സൈബർ ബുള്ളിങ്ങിന് അവരെ ഇട്ടുകൊടുക്കേണ്ട ആവശ്യം പോലും തൻവിക്ക് ഉണ്ടായിരുന്നില്ല. He knew was always that she was coming down in June. പെട്ടെന്ന് അതെങ്ങനെയാണ് അപ്പൂപ്പൻ മരിച്ചു കഴിഞ്ഞ് നമ്മളാരും അമ്മൂമ്മയെ തിരിഞ്ഞു നോക്കാനില്ലാതായപ്പോൾ അവിടെയുള്ളതെല്ലാം ഷീ വാസ് ഓൾവേസ് ടെല്ലിങ് us that she's not happy with her life. അതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതിന് നമ്മളോട് വെറുതെ പറഞ്ഞാണോ എന്ന് എനിക്കറിയത്തില്ല. അതൊക്കെ കളഞ്ഞിട്ട് വന്ന ഒരു ഏഞ്ചൽ. സി ഇഫ് ഷീസ് എൻ ഏഞ്ചൽ, ഗുഡ് ഫോർ ഹർ. അതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. പക്ഷേ ഈ ഇല്ലാത്തൊരു നറേറ്റീവ്, ഇല്ലാത്തൊരു ടൈം ലൈൻ, എനിക്കറിയില്ല എങ്ങനെ ആൾക്കാർക്ക് ഇങ്ങനെ കള്ളം പറയാൻ പറ്റുന്നത്. ഡസ് തൻവി നോട്ട് നോ ദറ്റ് എത്രയോ കാര്യങ്ങൾ വി വുഡ് നെവർ ടോക്ക് ഓൺ കോൾ, എപ്പോഴും നമ്മൾ ഫോൺ മെസ്സേജ് അങ്ങനെയാണ് സംഭവം. ഇതിനൊക്കെ പ്രൂഫുണ്ട്. ഇതൊക്കെ ഈ കുട്ടി എന്താ ഓർക്കാത്ത? ഇങ്ങനെ വന്ന് ഇപ്പം ഡയറക്റ്റ്ലി തൻവി എന്താ പറയുക, നമ്മൾ അങ്ങനെ ചെയ്തില്ല എന്നൊന്നും തൻവിയുടെ വീഡിയോയിൽ പറയുന്നില്ല. പക്ഷേ
ഡയറക്റ്റ്ലി ഇൻഡയറക്ട്ലി പറഞ്ഞും പറയാതെയും നമുക്കൊരു നെഗറ്റിവിറ്റി ഉണ്ടാക്കി തരാനുള്ള എല്ലാം ആ വീഡിയോയിലുണ്ട്, വിച്ച് ഇസ് ദ റീസൺ വൈ there was so many bad comments under that video. സത്യമാണ് പറഞ്ഞത്. തൻവിയുടെ വീഡിയോ കണ്ടപ്പോൾ തൻവി പറയാതെ തന്നെ പല നരേഷനും അതിലൂടെ കണ്ടെത്താൻ കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ അത് വളരെ കൃത്യമായി ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർ ചെയ്തു കഴിഞ്ഞു. ഇതിനോടകം ഒരുപാട് പേരാണ് സിന്ധു കൃഷ്ണയെ അത്രയും വലിച്ചു കീറിയിരിക്കുന്നത്. ഇതെല്ലാം ആ ഒരൊറ്റ വീഡിയോയുടെ ഇമ്പാക്റ്റ് കാരണം ഉണ്ടായിരിക്കുന്നതാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അത് മുഴുവൻ ക്ലാരിറ്റിയോടുകൂടി അപ്ലോഡ് ചെയ്യുക. ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള കോൺട്രവേഴ്സീസ് നമ്മളെ വിട്ട് പോകുന്നതായിരിക്കില്ല. നമ്മളൊക്കെ എന്തെങ്കിലും പറയുവാൻ വേണ്ടി കാത്തു നിൽക്കുന്നതാണ് റിയാക്ഷൻ ചാനൽസ് ചെയ്യുന്ന യൂട്യൂബേഴ്സ്. കാരണം ഓർക്കണീറ്റപ്പോഴാണ് സിന്ധു അമ്മയ്ക്കും എൻ്റെ കസിൻസിനും നെഗറ്റിവിറ്റി ഉണ്ടാക്കണം എന്ന് വെച്ചിട്ടതല്ല. പിന്നെ തന്നെ അമ്മൂമ്മയുടെ വീഡിയോ കോൾ ഇട്ടത് എന്തിനാണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഷീ ക്ലിയർലി നോസ് ദ റിയാലിറ്റി ആൻഡ് ദ ട്രൂത്ത്. അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവരെനിക്ക് വേണ്ടി ഒരുപാട് ചെയ്തിട്ടുണ്ട്, ഞാൻ എനിക്ക് പറ്റുന്ന പോലെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളൂ, അവരാണ് ബാക്കി ഇങ്ങനെ ഒരു എക്സ്പ്ലനേറ്ററി കമൻറ്റ് ഇട്ടു. അതിൻ്റെ താഴെ ഒരുപാട് പേര് തൻവിയെ ബാഷ് ചെയ്ത് ദേ വർ പുട്ടിങ് കമൻറ്റ്സ് ദാറ്റ് ദിസ് ഇസ് സോ റോങ്. കാരണം ഇങ്ങനെ തൻവി എന്തിനാ ഓരോ സമയം വന്ന് ഓരോരുത്തരുടെ കുറ്റം പറയുന്നത്. അപ്പോൾ തൻവി ആ കമൻറ്റ്സ് ഇരുന്ന് ഡിലീറ്റ് ചെയ്യാൻ തുടങ്ങി. ബട്ട് കറക്റ്റ്ലി നമുക്ക് ഇതിന് മുമ്പത്തെ പെർഫോമൻസ് ആണ് നമ്മളിതൊക്കെ സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചു. ഈ കമൻറ്റ്സ് ഡിലീറ്റ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പം തൻവിയുടെ ഈ കമൻറ്റിൻ്റെ താഴെ എന്തായാലും തൻവിക്ക് ബാക്ക്ലാഷ് വരും, കാരണം അത് തന്നെയാണെന്ന് തോന്നുന്നു വന്നുകൊണ്ടിരുന്നത്. ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ തൻവി കമൻറ്റ്സ് തന്നെ ടേൺ ഓഫ് ചെയ്തു. കാരണം ആ വീഡിയോയിൽ ആദ്യം പറയുന്നുണ്ട് തൻവിയാണ് ഹോം നേഴ്സിന് പേ ചെയ്തത്, പിന്നെ പറയുന്നുണ്ട് തൻവി അല്ല ഹോം നേഴ്സിന് പേ ചെയ്തത്. അപ്പം ഇങ്ങനെ ഹാഫ് ബേക്ഡ് ആയിട്ട് ഇടുമ്പോൾ പിന്നെ അത് മതിയല്ലോ ആൾക്കാർക്കൊരു കഥ ഉണ്ടാക്കി തുടങ്ങാൻ വേണ്ടിയിട്ട്. ഐ എം ഷുവർ തൻവി ഡസൻറ്റ് ഈവൻ നോ ഹോം നേഴ്സിന് നമ്മൾ ഒരു മാസം എത്ര രൂപയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ആ ഹോം നേഴ്സ് ഏജൻസി തൻവിക്ക് അറിയാമോ? ഇവിടെ എത്ര ഹോം നേഴ്സ് വന്നിട്ടുണ്ട്? വന്ന 20 അല്ലെങ്കിൽ 15 ഹോം നേഴ്സിൽ 5 പേരുടെ പേരെങ്കിലും തന്നെ എനിക്കറിയാമോ? വെറുതെ ഇരുന്ന് പറയാൻ വേണ്ടി എന്തൊക്കെയോ പറയുവാണ്. വി നോ വാട്ട് ഓൾ വി വർ ഡൂയിങ് ആൻഡ് ഹൗ മച്ച് മൈ മദർ വാസ് സ്പെൻഡിങ്. അഹാന പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ തൻവിയേക്കാളും അപ്പാപ്പനെയും അമ്മാമ്മയെയും നോക്കിയിരുന്നത് അഹാനയും കുടുംബവുമാണെന്നാണ്. തൻവിക്ക് അവിടെയുള്ള ഹോം നേഴ്സുകൾ പോലും ആരാണെന്നോ അവർക്ക് എത്രയാണ് കൊടുക്കുന്നത് എന്ന് പോലും അറിയില്ല എന്നൊക്കെയാണ് അഹാന പറഞ്ഞിരിക്കുന്നത്. തൻവി ഡയറക്ട്ലി പറഞ്ഞിട്ടില്ലെങ്കിലും അതിൽ നിന്ന് ആൾക്കാർ അസ്യൂം ചെയ്തെടുത്തതാണ് ദാറ്റ് ഷീസ് ബിൻ ദ ഓൺലി വൺ സ്പെൻഡിങ്. അപ്പോൾ കുറേ ആൾക്കാർ കമന്റ് ഉണ്ട്, സിന്ധു ആൻഡ് ഫാമിലി ദേ ആർ ബ്ലഡി റിച്ച് ടീംസ്, എന്നിട്ട് പോലും വയസ്സായ അച്ഛനമ്മേനും തിരിഞ്ഞു നോക്കില്ലെന്ന് അപ്പം പറയുന്നു. നീ ഇല്ലാതെ ആരാ മക്കളെ നമ്മളെ നോക്കാനുള്ളത്? ഇപ്പോൾ ഒരു മാസം ബേസിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു മെയ്ഡ്, ഒരു ഹോം നേഴ്സ്, ബാക്കി അല്ലാത്ത വീട്ടിലെ അല്ലറ ചില്ലറ പച്ചക്കറി എക്സെട്ര ചിലവെല്ലാം കൂടി വരുമ്പോൾ ഒരു 50,000 രൂപ മിനിമം വേണ്ടേ? തൻവി എല്ലാ മാസവും അമ്മൂമ്മയ്ക്ക് 50,000 രൂപ എങ്കിലും ഒരു അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ വൈ ഡോണ്ട് യു പുട്ട് ഔട്ട് എ പ്രൂഫ് ആൻഡ് ലൈക്ക് ഷോ ഇറ്റ്? ആസ് ഫാർ എസ് വി നോ, അമ്മൂമ്മ തൻവിയെ വിളിച്ച് നല്ല ഡോസ് കൊടുക്കും, തൻവി കാശാക്കി. അമ്മൂമ്മ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. തൻവിക്ക് കാനഡയിൽ പോകാൻ എത്രയോ ലാക്സ് പലരും കൊടുത്തതിൽ ഇവരും കൊടുത്തിട്ടുണ്ട്. അപ്പം when they need the money, it is Tanvi's responsibility to be sending something. അപ്പോൾ തൻവി പറ്റുന്ന മാസങ്ങളിൽ തൻവിക്ക് പറ്റുന്ന പോലെ എന്തെങ്കിലും കൊടുക്കും. അത് മോസ്റ്റ്ലി അമ്മൂമ്മയുടെ പോക്കറ്റ് മണി ആയിട്ടാണ് എടുത്തുകൊണ്ടിരുന്നത്. അല്ലാതെ അപ്പൂപ്പൻ്റെ മരുന്ന്, അപ്പൂപ്പൻ്റെ ഹോം നേഴ്സ്, അവരുടെ വീട്ടിൽ പച്ചക്കറി വാങ്ങിച്ചു കൊടുക്കുന്നവർ എൻ്റെ അമ്മയായിരുന്നു. പിന്നെ ട്രൈങ് ടു മേക്ക് നാരറ്റീവ്സ് ലൈക്ക് അവിടെ ഇരുന്ന ഒരാളെല്ലാം നോക്കിക്കൊണ്ടിരുന്നു, ഇവിടെ നമ്മളെല്ലാവരും തിരിഞ്ഞു പോലും നോക്കാനല്ല. അപ്പൂപ്പന് സെപ്റ്റംബറിൽ ഒരു സർജറി ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ ഇപ്പോൾ കാനഡയിൽ ഇരുന്ന് എല്ലാം നോക്കുന്ന തൻവിക്ക് അന്ന് അപ്പൂപ്പന് ചെയ്ത സർജറി എന്താണെന്നറിയാവോ? അപ്പൂപ്പൻ്റെ ഏത് ബോഡി പാർട്ടിൽ എന്ത് പ്രൊസീജിയറാണ് എക്സാക്ട്ലി ചെയ്തതെന്നറിയാവോ? ഐ മീൻ ഏത് ഹോസ്പിറ്റലിലെ ഏത് ഡോക്ടർ, ഏത് ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടർ എന്തെങ്കിലും അറിയാവോ? കാരണം ഒരിക്കൽ പോലും എന്നോടൊന്നും വന്ന് ചോദിച്ചിട്ട് പോലുമില്ല, ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി. അമ്മൂമ്മയുടെ എന്തായാലും ചോദിച്ചിട്ട് കാര്യമില്ല, ബിക്കോസ് മൈ ഗ്രാൻഡ് മദർ ഡെഫിനറ്റ്ലി ഡസൻ നോ വാട്ട് ഇസ് അപ്പോൾ പിന്നെ നെഞ്ചിലായിരുന്നോ പ്രശ്നം, ബ്രെയിനിലായിരുന്നോ പ്രശ്നം എന്ന് പോലും അമ്മൂമ്മയ്ക്ക് അറിഞ്ഞൂടാ. അപ്പം തൻവി ഒരിക്കൽ പോലും വന്ന് ചോദിച്ചിട്ട് പോലും ഇല്ലല്ലോ. എനിക്ക് എൻ്റെ ഉറക്കത്തിൽ ചോദിച്ചവർ ഐ കൻ ടെൽ യു പുള്ളിയുടെ ഏത് പാർട്ട് ഓഫ് ദ ബോഡിയിൽ ഏത് ആർട്ടറിയിൽ എന്ത് സർജറിയാണ് പെർഫോം ചെയ്യുന്നത്. ലൈക്ക് എ ഡോക്ടർ ഐ കൻ ടെൽ യു, ബിക്കോസ് ദാറ്റ് ഇസ് ഹൗ വി വർ ഓൾ ഇൻവെസ്റ്റഡ് ഇൻ his big and small desires. We were so concerned and bothered about his big, small medical and non-medical requirements that when ഒരാൾ വന്ന് ഹാഫ് ബേക്ഡ് ആയിട്ട് ഇന്റൻഷനലി ഓർ അൺഇൻറ്റൻഷനലി ചില കാര്യങ്ങൾ പറയുന്നതിൽ കയറി പിടിച്ച്. തൻവിയുടെ വീഡിയോയിലുള്ള ക്ലാരിറ്റി ഇല്ലായ്മയാണ് ഇത്രയും പ്രശ്നങ്ങൾക്കെല്ലാം കാരണമായത്. പേഴ്സൺ ലിവിങ് ഇൻ ദ ഹൗസ് ഇസ് ദ റീസൺ ഫോർ ദിസ് മെസ്. ആൻഡ് ഒരു മെയ്ഡിനെ പോലും അവിടെ സമാധാനമായിട്ട് അവിടെ നിൽക്കാൻ സമ്മതിക്കത്തില്ലെങ്കിൽ എല്ലാം കഴിഞ്ഞ് വന്നിരുന്ന് ഇങ്ങനെ മറ്റേ ബാക്കിയുള്ളവരെ ബന്ധുക്കളെ വന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത് എന്ത് ചെയ്യാൻ പറ്റും? ഇന്നിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇല്ലേ, ഇറ്റ്സ് സച്ച് എ പത്തറ്റിക് സ്റ്റേറ്റ് ഓഫ് അഫെയർസ് ദാറ്റ് ഒരാൾ മറ്റൊരാളെ പറ്റി, മറ്റൊരു ഇച്ചിരി പോപ്പുലർ ആയിട്ടുള്ള ഒരാളെ പറ്റി എന്തെങ്കിലും ഒരു മോശം വന്ന് പറയാൻ വേണ്ടി ഒരു കൂട്ടം ആൾക്കാർ കാത്തു നിൽക്കുവാണ്. ഈ അപ്പുറത്ത് നിൽക്കുന്ന ആളിപ്പോൾ അവർ സക്സസ്ഫുൾ ആണ്, അവർ പോപ്പുലർ ആണ്, അതും കൂടിയാണെങ്കിൽ ഇവർ പറയണ്ട. ഒരു സാധനം കിട്ടിയാലുടനെ കേട്ട പാടെ കേൾക്കാത്ത പാടെ അതിലെന്തെങ്കിലും സത്യമുണ്ടോ കള്ളമുണ്ടോ ഇതൊന്നും ചിന്തിക്കാതെ ചാടി വീണ് ജഡ്ജ് ചെയ്ത് തെറിവിളി തുടങ്ങുക.
ഈ ഓരോ 2 മാസം കൂടുമ്പോഴും നമ്മളായിട്ട് ബന്ധമുള്ളതും ബന്ധം ഇല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മളെ ഇങ്ങനെ ആൾക്കാർ മോശം പറയുന്നു, തെറി വിളിക്കുന്നു ചെയ്യുമ്പം ഡു യു തിങ്ക് ദാറ്റ് നമ്മുടെ ഈ ഹാർട്ടിലിരിക്കുന്ന ഒരു ഹാർട്ടുണ്ടല്ലോ, what do you think it is made out of? Do you think it is made out of like granite or wood or metal that എന്തുകൊണ്ടാലും ഒന്നും ഫീൽ ചെയ്യില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ഹാർട്ടിൻ്റെ ആ മെറ്റീരിയൽ കൊണ്ടല്ലേ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഹാർട്ട് ഉണ്ടാക്കി. ഞാൻ എൻ്റെ ഫാമിലിനെ കുറിച്ച് മാത്രമല്ല കേട്ടോ പറയുന്നത്, പൊതുവേ ടോക്കിംഗ് അബൌട്ട് പീപ്പിൾ ഹൂ ഗെറ്റ് ടാർഗറ്റഡ്. അത്ര ചിന്തിക്കാനുള്ള, അതായത് ഇപ്പം നിങ്ങളോട്ട് ഒരു ബന്ധമില്ലാത്തൊരു കാര്യം കാണുമ്പോൾ തന്നെ അങ്ങ് ഫീലായി. അപ്പം നമ്മളെയൊക്കെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് വെൻ വി ഹവ് ഡൺ നോ ഹാം ടു യു, നമ്മൾ ഇപ്പോൾ എത്രയോ പിന്നെ നമുക്ക് ഡയറക്റ്റ്ലി നിങ്ങളായിട്ടൊരു ഒരു ഒരു എഫക്റ്റ് ഇല്ല, നമ്മൾ ഒരു കണക്ഷൻ ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ എന്ത് ചെയ്തു? നിങ്ങളെ ഇങ്ങനെ വന്ന് തെറിയുമ്പോൾ ഒരു സെക്കൻഡ് ചിന്തിച്ചൂടെ? അവരും നമ്മളെ പോലത്തെ മനുഷ്യരല്ലേ. അഹാന പറഞ്ഞ കാര്യങ്ങൾ വളരെ സത്യമാണ്. ചില ആളുകളുടെ റിയാക്ഷൻ വീഡിയോസ് എല്ലാം ഒന്ന് കാണണം. കേട്ട പാതി കേൾക്കാത്ത പാതിയുള്ള ഓരോ വീഡിയോസാണ് പല ആളുകളും ചെയ്തു വെച്ചിരിക്കുന്നത്. ഒരു മനുഷ്യനെ വലിച്ചു കീറാൻ കിട്ടുന്ന അവസരം അവർ നന്നായി തന്നെ മുതലാക്കുകയും ചെയ്യും. എന്നാൽ നല്ല രീതിയിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരുപാട് ചാനൽസും വേറെ ഉണ്ട് കേട്ടോ. പക്ഷേ ഏറ്റവും ബെസ്റ്റ് ഒരു ഭാഗം മാത്രം കേൾക്കാതെ 2 ഭാഗത്തു നിന്ന് വരുന്നത് കേട്ടതിന് ശേഷം മാത്രം റിയാക്ഷൻ വീഡിയോസ് ചെയ്യുക. എന്തായാലും തൻവി ചെയ്ത വീഡിയോ പാളിപ്പോയെന്ന് മനസ്സിലായി. ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയുമായി തൻവി വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ മാത്രമായിരുന്നു പുള്ളിക്കാരി പറഞ്ഞു പോയത്. എന്തോ പേടിച്ച് സംസാരിക്കുന്ന പോലെയാണ് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. എന്തായാലും പുള്ളിക്കാരിയുടെ വീഡിയോയിൽ അഹാനയ്ക്കുള്ള മറുപടിയായി പറയുന്ന ചില കാര്യങ്ങൾ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുവാൻ മറക്കരുത്. ശരിക്കും പാർട്ട് 1 ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ അമ്മൂമ്മയ്ക്ക് വേണ്ടിയിട്ട്, അമ്മൂമ്മയുടെ വിഷമങ്ങൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാവരും നെഗറ്റീവായിട്ടാണ് കണ്ടത്. ബേസിക്കലി അമ്മൂമ്മയ്ക്ക് അപ്പൂപ്പന് ഞാൻ ആരെന്ത് ചെയ്താലും അമ്മൂമ്മയ്ക്ക് അപ്പൂപ്പൻ ഞാനാണ് ലോകത്തെ ഏറ്റവും ഇഷ്ടം എന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അവരെല്ലാ കാര്യങ്ങളും എനിക്ക് അന്ന് ചെയ്തു തന്നത്, അതേപോലെ തിരിച്ച് ഞാനും ചെയ്തു കൊടുക്കാനുള്ളത്. അപ്പോൾ ഈ ഫോൺ വിളിക്കാൻ ആരും ഇല്ല എന്നൊക്കെ പറയുന്നത് എന്നെ വിഷമിപ്പിച്ചിട്ട് നാട്ടിലേക്ക് വരുത്താനുള്ള പരിപാടിയായിരുന്നു. തൻവി ഈ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തത് നാട്ടിൽ വന്നതിന് ശേഷമായിരുന്നില്ലേ? അപ്പോൾ തൻവിക്ക് അറിയാമായിരുന്നില്ലേ അമ്മാമ്മ സെൻറ്റിമെൻറ്റ്സ് പറഞ്ഞ് വിളിച്ചു വരുത്തിയതാണ് എന്നുള്ളത്? പിന്നെ ആ ഒരു ക്ലാരിറ്റി നൽകാതെ എന്തിനായിരുന്നു തൻവി ആ വീഡിയോ അപ്ലോഡ് ചെയ്തത്? അമ്മാമ്മയുടെ വീഡിയോ കോളിൻ്റെ ഭാഗം കാണിച്ചതിന് ശേഷം തൻവിക്ക് അപ്പോൾ തന്നെ പറയാമായിരുന്നു, ഈ വീഡിയോ കോൾ ചെയ്തത് എന്നെ നാട്ടിലേക്ക് വരുത്തുവാൻ വേണ്ടിയിട്ടുള്ള അമ്മാമ്മയുടെ തന്ത്രമായിരുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോഴുള്ള ഈ പ്രശ്നമെല്ലാം ഉണ്ടാകുമായിരുന്നോ? അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമാത്രമല്ല, അമ്മൂമ്മയ്ക്ക് പ്രായമായതുകൊണ്ട് അമ്മൂമ്മയ്ക്ക് ചില ചിട്ടകളുണ്ട്. ഇങ്ങനെ രീതിയിലേ ചെയ്യാവോ, അങ്ങനെ രീതിയിലേ ചെയ്യാവോ. അപ്പോൾ അമ്മൂമ്മയ്ക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ, എല്ലാവരുടെയോട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ എനിക്കും പണ്ട് ഞാൻ ഇവിടെ ക്യാൻഡേ പോണേ മുമ്പേ ഞാൻ അമ്മൂമ്മയെ ഇടയ്ക്കൊക്കെ വഴക്കാവുമായിരുന്നു. അമ്മൂമ്മയ്ക്ക് ഞാൻ ചെരുപ്പ് വീട്ടിലകത്ത് മാറ്റിയിടണം, അങ്ങനെയൊക്കെ അമ്മൂമ്മയ്ക്ക് കുറച്ചിങ്ങനെ വൃത്തിയുടെ വേറെ രീതികളൊക്കെ ഉണ്ട്. അഹാന പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് തൻവിയും ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അമ്മാമ്മയ്ക്കുള്ള OCDയുടെ ഇഷ്യൂവും അമ്മാമ്മയുടെ കൂടെ നിൽക്കുവാൻ ബുദ്ധിമുട്ടുള്ള കാര്യവുമെല്ലാമാണ് തൻവി ഇപ്പോൾ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അമ്മൂമ്മയ്ക്ക് ഈ ലോകത്ത് അപ്പൂപ്പൻ കഴിഞ്ഞാൽ പിന്നെ ഞാനാണ്. അതുകൊണ്ടാണ് ഞാൻ വന്നത്. അല്ലാതെ വേറെ ആരെയും നമ്മൾ കുറ്റപ്പെടുത്താനുള്ള രീതിയിലല്ല ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എന്തായാലും ആ കാര്യം കഴിഞ്ഞു. ആകെ മൊത്തം കോൺട്രവേഴ്സീസ് മുഴുവൻ സൃഷ്ടിച്ചിട്ട് ഈ വെറും 2 വാക്കാണ് ആ വീഡിയോയെ പറ്റി തൻവി പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ലിയന് വേണ്ടി ഞാൻ ഓടാത്തൊരു സ്ഥലമില്ല. അവിടെ ആശുപത്രി എന്തെങ്കിലും സമയത്ത് കിട്ടിയാലല്ലേ നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മെയിൻലി വന്നത്. അപ്പോൾ അമ്മൂമ്മയുടെ കാര്യം നോക്കാം, മോൻ്റെ കാര്യം നോക്കാം. ഇതപ്പോൾ ക്ലാരിറ്റിയോടുകൂടി തൻവിക്ക് പറഞ്ഞാൽ പോരായിരുന്നില്ലേ? മോൻ്റെ ഹെൽത്ത് ഇഷ്യൂസും കൂടെ അമ്മാമ്മയുടെ കൂടെയും നിൽക്കാമെന്നുള്ള ഒരു വാക്കു പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? തൻവിക്ക് ഇത് പാർട്ട് 1 പാർട്ട് 2 ആക്കി വലിയ കോണ്ടന്റ് ആക്കാനായിരുന്നോ തൻവി ഉദ്ദേശിച്ചിരുന്നത്? ആദ്യത്തെ വീഡിയോയിൽ തന്നെ ഇതിനുള്ളൊരു ക്ലാരിറ്റി നൽകിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകുമായിരുന്നോ? പിന്നെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഹോം നേഴ്സിനാണ് ഞാൻ പൈസ കൊടുത്തത്. പക്ഷേ ഹോം നേഴ്സിനല്ല, ജോലിക്ക് വരുന്ന ആൾക്കാർക്കാണ് ഞാൻ പൈസ കൊടുത്തത്. ഏതാണെന്ന് എനിക്ക് കറക്റ്റ്ലി അറിഞ്ഞുകൂടാ. ഞാൻ അമ്മൂമ്മയ്ക്ക് പൈസ അടിച്ചു കൊടുക്കും, അമ്മൂമ്മ ആർക്കാണെന്ന് വെച്ചാൽ കൊടുക്കും. കാരണം എനിക്കങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അമ്മൂമ്മ ഇത്ര രൂപ ഒരു മാസം, ചില സമയത്ത് അമ്മൂമ്മയുടെ എക്സ്പെൻസ് ഇച്ചിരി കൂടുതലാകുമ്പോഴത്തേക്കും ഞാൻ കൂടുതൽ അയച്ചു കൊടുക്കും. എന്നെക്കൊണ്ട് അഫോർഡ് ചെയ്യുന്ന അത്രയും ഞാൻ അയച്ചു കൊടുക്കും. എല്ലാം എന്നെക്കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന്, ബാക്കിയെല്ലാം സിന്ധോമ്മ അവരൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് ഒരു പരിധി ഉണ്ടല്ലോ ഹെൽപ്പ് ചെയ്യാൻ. ഇത് അഹാന ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയായി കരുതുന്നു. അപ്പം അങ്ങനെ എന്തായാലും
ലിയൻ്റെ കാര്യങ്ങളൊന്നും നോക്കണം. മെയിൻലി ഞാൻ വന്ന ലിയന് വേണ്ടിയിട്ടാണ്. സോ ഈ വരവിൻ്റെ ലക്ഷ്യം അമ്മാമ്മയെ നോക്കുവാൻ വേണ്ടി മാത്രമല്ല, സ്വന്തം മകൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി കൂടിയായിരുന്നു തൻവി കാനഡയിൽ നിന്ന് വന്നിരിക്കുന്നത്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തൻവിയെക്കുറിച്ച് പറയുന്നത് അമ്മാമ്മയെ നോക്കുവാൻ വേണ്ടി കൊച്ചുമകൾ അവിടെയുള്ള നല്ല ജോലിയെല്ലാം വിട്ടു വന്നിരിക്കുന്നു, ആരും അമ്മാമ്മയെ നോക്കുവാനില്ല എന്നിങ്ങനെയുള്ള പല കഥകളാണ് കറങ്ങി നടക്കുന്നത്. എന്തായാലും അഹാനയുടെ വീഡിയോയ്ക്ക് ശേഷം ഒരുപാട് കഥകൾക്കെല്ലാം ഒരു അടക്കം കിട്ടിയതായിരുന്നു. ഇപ്പോൾ തൻവിയുടെ വീഡിയോ വന്നതോടുകൂടി ഇതിനെല്ലാം ഒരു ക്ലാരിറ്റി ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇങ്ങനെയൊക്കെയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുവാൻ മറക്കരുത്.